പാഠങ്ങളല്ലേ ഇതെല്ലാം. മാലിക്കിനെ ബിലാലിനെ വിളിച്ചാണ് വിസി വരാൻ പറ. ഹലോ ഹലോ ലൈവാ. കുറുപ്പേ മാലിക്കിനും ബിലാലിനെ ഒന്ന് വിളിച്ചടാ. ചാനലൊക്കെ പോയാൽ ചൊറല. ചാനലൊക്കെ പൈസ കൊടുത്ത് വാങ്ങാൻ കിട്ടും. വേറെ ചാനൽ നോക്കുന്നുണ്ട്. ഒരു 70K 80Kൻ്റെ ഒക്കെ ചാനൽ പൈസ കൊടുത്തിട്ട് വേറെ കിട്ടുമോ നോക്കുന്നുണ്ട്. മറ്റേ കിട്ടുമോ കിട്ടൂല എന്നുള്ളതൊന്നും അറിയില്ല. ഞാനതൊന്നും അത്ര മൈൻഡൊക്കെ അത്ര കയറ്റിയിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതൊക്കെ താത്താൻ കുറേ ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഭാഗമായാണ്ട് ഞാൻ എടുത്തിട്ടുള്ളൂ. അതൊന്നും എനിക്ക് ഇഷ്യൂ ഇല്ല. ബിലാലോടെ എന്തോ പറയാ. ഞാനത് ഞാൻ പറയണമെന്ന് കരുതിയപ്പോൾ മാക്ക് പറയുന്നു പറയണ്ട ഓരോ കാര്യങ്ങൾ. എനിക്കിത് സഹിക്കുന്നില്ല ഗൈസ്. എനിക്ക് ഇങ്ങനെ ഹലോ ശരി. ലൈവ് ഇട്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, നമ്മള് ആവശ്യമില്ലാത്തൊന്നും പറയണ്ട. ഒന്നും പറയണ്ടെന്നാ ഞാൻ പറയുള്ളൂ ഇപ്പൊ തൽക്കാലം. ഇല്ല, ഞാൻ അതിനുള്ള ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ ഇപ്പൊ ചെയ്യിക്കേണ്ടത് പ്രോപ്പർ കാര്യം ഞാൻ പറഞ്ഞു. അത് അങ്ങനെയാണ് ശരിക്ക്. അല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ല. അതങ്ങനെ വരുള്ളൂ. സോ ഇതിനകത്ത് നമ്മള് എടാ എനിക്ക് ഇതൊക്കെ ആദ്യമായിട്ടുള്ള സംഭവങ്ങളാണ്, മനസ്സിലായോ? നിങ്ങൾക്ക് ഇതൊക്കെ കോമൺ ആയിരിക്കും. പക്ഷെ എനിക്ക് കോമൺ ഒന്നുമല്ല. എനിക്കെന്ത് കോമൺ? നമ്മളെന്താ അനുഭവിച്ചല്ല ഇതിൻ്റെ അകത്ത് കിടന്ന് ഒരുമിച്ച് തന്നെ അനുഭവിച്ചത്. സന്തോഷിച്ചത് ഒരുമിച്ചാണ്, വന്ന പ്രശ്നങ്ങളെല്ലാം ഒരുമിച്ചാണ്. എനിക്ക് എടാ പറയണോ പറയണ്ടേന്നുള്ള മൈൻഡ് ഔട്ടായി. ഞാൻ ഇതെല്ലാം ലൈവ് ഇട്ട് കണ്ട് ഒരു തലക്കൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇത് പറയണ്ട അറിയുമ്പോൾ പിന്നെ ഞാൻ എന്താക്കാനാ. ശരിക്കും ഇപ്പൊ ലൈവ് ഇടൂലെന്ന് പറഞ്ഞേ. അതിനിടയ്ക്ക് ടക്കാരെ ലൈവ് വന്നത് പോലും ഞാൻ ഇപ്പൊ വിചാരിച്ചില്ല. ലൈവ് ഇടാനും കൂടിയുള്ള മൂഡില്ലായിരുന്നടാ. ഒന്ന് ആലോചിച്ച് നോക്കിയാണ് എൻ്റെ അവസ്ഥ. ചാറ്റ് പറ എന്ന് പറയുന്നുണ്ട്. ഈ എല്ലാം പറ എന്ന് പറയുന്നത് ഇതെല്ലാം നിങ്ങൾ പറയും, നിങ്ങൾ കേട്ടിട്ട് പോകും. ഇതിന് ശേഷം നിങ്ങളെ അടുത്ത് പിന്നെ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത് ശരിക്കും അടുത്ത ദിവസം ലൈവ് വരുമ്പോഴായിരിക്കും. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു 12-24 മണിക്കൂറുകളുണ്ടല്ലോ, അതിനെപ്പറ്റി നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? അതിനെപ്പറ്റി നിങ്ങൾ ഈ ചാറ്റിൽ സ്പാം ചെയ്യുന്ന 1800 ആൾക്കാർ ഈ പറ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇത് കേട്ടിട്ട് പോയിട്ട് നിങ്ങൾ അതിനെപ്പറ്റി പിന്നെ ഡിസ്കസ് ചെയ്യുന്നതോ നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നതോ ഷേക്കിന്റെ അടുത്ത ലൈവിലായിരിക്കും. അതിന്റെ ഇടയ്ക്കുള്ള ഈ ടൈം ഫ്രെയിമിനെ പറ്റി നിങ്ങൾ എന്തെങ്കിലും ചിന്തിക്കാറുണ്ടോ? അതിനെ കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അല്ലെ അതിനെ കൊണ്ടുള്ള ലൂപ്പും കാര്യങ്ങളെ പറ്റിയൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഗൈസ് ചില്ലാവ്. നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ നിങ്ങളിൽ എത്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയുമ്പം എക്സൈറ്റ്മെന്റ് ഉണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ തരും, ഇനിയും തരും. നമ്മളെ വിശ്വസിച്ച് നിങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിനുള്ള എല്ലാവിധമായ ഞാൻ പറഞ്ഞല്ലോ ഇല്ല, നിങ്ങൾ കുറച്ചേരം കൊണ്ട് എന്തായാലും അത് അറിയും. പിന്നെ ഇപ്പം നമ്മളെ ലൈവിൽ ഇനി ഇതാക്കി എന്നൊന്നും പറയണ്ട. ആയിരിക്കും നല്ലത് എനിക്ക് തോന്നണത്. പിന്നെ ഞാൻ അതൊരു ബാഡാവണ്ട. ഈ മിണ്ടാണ്ടിരിക്കാൻ പറയുന്ന ആൾക്കാരൊന്നും ഇവിടെ പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങൾ വരുമോ? ഇല്ലല്ലോ. നമ്മൾ തന്നെ അനുഭവിക്കണ്ടേ. ഷിബു ഇഷ്യൊന്നുമില്ലടാ. എന്ത് ഷിബു ഇഷ്യൂ? അന്ന് മൈൻഡ് ചെയ്യാതെ നിന്നാ മതി, മനസ്സിലായോ? കുറെ കാര്യങ്ങളൊക്കെ മൈൻഡ് ചെയ്യാതെ വിടാ. പക്ഷെ അത് എന്തല്ലോ ആയടാ, അറിയില്ല. അല്ല എന്തൊക്കെയോ ആയിപ്പോയി, അറിയില്ല എന്താ. അല്ല ശരി, അതാവുമെന്ന് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പോകുന്നത് പോലെ ഇപ്പൊ പോട്ടെ. ഗോ വിത്ത് ദ ഫ്ലോ. എല്ലാം ശരിയാവും. വഴിയാണില്ല, അത്രേ ഉള്ളൂ. നിനക്കെല്ലാം ഗോ വിത്ത് ദ ഫ്ലോ ആ കുറുപ്പേ. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ 7 വർഷം RP ഇതൊക്കെ സിമ്പിൾ ആസ് ഫക്കായിട്ട് കളയേണ്ട കാര്യങ്ങളാണെന്ന് ഞാൻ പറയില്ല. പണ്ടത്തെ ഞാനായിരുന്നെങ്കിൽ പറയില്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയും. ഇല്ല, അയ്യോ എനക്കറിയില്ല മക്കളെ എന്തു പറയണം. നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നമാവും, മനസ്സിലായോ? പറയാതെക്കുന്നതായിരിക്കും ചിലപ്പോൾ നല്ലത്. മൂഡ് പോയടാ, മൂഡ് ലിറ്ററലി പോയി. ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഒരു 7 മണി മുതൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് ഔട്ടാണ്. 7 മണി വരെ കുഴപ്പമില്ലായിരുന്നു. ഞാൻ ഇന്ന് വൈകുന്നേരം ഒരു സ്ട്രീമൊക്കെ വരണമെന്ന് കരുതിയായിരുന്നു. ഞാൻ ഫോർസിൻ്റെ
മാലിക് എന്ന് ഫുഡ് കഴിച്ചോണ്ടിരിക്കുക, പുറത്തിപ്പോ വരാന്ന് പറഞ്ഞ്. വന്നോളൂ. സദാ നിങ്ങള് മാക്ക എവിടെ, എന്താ പരിപാടി? ഞാൻ എന്തുവാ ഇങ്ങനെ ക്ലൂ പാണ്ടിക്കാട് പറയാൻ റോഡിൽ ഒരു ഒരു 10 വണ്ടി മിനിറ്റും എടുക്കുന്നു. കൂടിയൊക്കെ കാത്തുനിന്നാ ചിലപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇപ്പം ക്ലൂ എന്തോ ഒക്കെ നിങ്ങൾക്ക് ഞാൻ കിട്ടും. പറയുന്നത് തീർച്ചയായും. എന്തിനാ, ഞാൻ പറയേണ്ട ആവശ്യമൊന്നും ഇല്ല ആക്ച്വലി. ഈ എൽമാക്ക് ഞാൻ ചാറ്റ് വായിക്കുന്നുണ്ട് guys. ഈ എൽമാക്ക് ഇട്ടോണ്ടിരുന്നാലൊന്നും എനിക്കൊരു ബർഗണ്ടി എനിക്കത് റെഡ് ആണ് ജോമെട്രി ഷേക്ക് പോലും ചെയ്യുന്നു. തട്ടൂല. എനിക്ക് എന്റെ കൂടെ ബർഗണ്ടി ആക്ച്വലി ബർഗണ്ടി അല്ല, അത് അതുകൊണ്ടായിരുന്നോ ആരാട്ടെ, അതുകൊണ്ടായിരുന്നോ അത് കൺഫേം മെറൂൺ ആണ് guys. ഇതൊക്കെയുണ്ട്. അത് അതിനാലെ കുറേ പേര് അവിടെ ചെന്ന് ചോദിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറഞ്ഞു. നമ്മളെ കളറൊക്കെ പെൻഡിങ്ങിലാക്കി തിരിച്ച് ഇനി ഒന്നും അത് കൂടി ഈവൻ അപ്രൂവ്, ബ്രാവോയും ഇനി അതൊക്കെ നമുക്ക് തിരിച്ച് ബ്രാവോയും അപ്രൂവൽ കൺഫ്യൂസ്ഡ് ആണ്. പുതിയ കളറൊക്കെ വാങ്ങിയിട്ട് വേണ്ടി വരും. ഞാൻ പറയാലോ ലിറ്ററലി മൈൻഡ് ഔട്ടാണ് കഴിച്ച്. കളറും പറയുന്നല്ല, കളറൊക്കെ ഇവിടെ സെക്കൻഡറി കളറ് ആണ്. എന്ത് കളറ് ഗ്യാങ് റിജക്റ്റ് ആക്കിയിട്ടൊന്നുമില്ല ഗൈസ്. ഗ്യാങ് ഒക്കെ നമ്മൾ ഗ്യാങ് വിളിക്കും. ഗ്യാങ് ഒന്നും ഇഷ്യൂ ഒന്നുമില്ല. ഗ്യാങ്ങിന് എന്ത് ചെയ്യും, ഒന്നും ചെയ്യാൻ പറ്റൂല. എടാ എനിക്ക് അതെ സത്യം അതാണ് പറയാലോ, ഒന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലാം പേടിയാ ലിറ്ററലി. നമുക്ക് ആ ഒരു ഗോ വിത്ത് ഫ്ലോ ഒന്നും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല. എന്ത് പറയണമെന്ന് അറിയില്ല, ആരെ വിശ്വസിക്കണം എന്നറിയില്ല, ആരൊക്കെയാണ് ബാക്ക് സ്റ്റാബ്, ആരൊക്കെയാണ് പണി തരുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും താത്താൻ കുറേ പേര് കഷ്ടപ്പെടുന്നുണ്ടടാ. പ്രാങ്ക് അണ്ടിയാന്ന് എനിക്ക് ഇങ്ങനെ വന്നാണ്ട് ഞാൻ ഇങ്ങനത്തെ കോൺട്രവേഴ്സി ലൈവോ ശരിയാ. അല്ലെങ്കിൽ ഇതേമാതിരി ഇരുന്ന് വേറെ ആൾക്കാരെ ആരാധിക്കണ ലൈവോ എനിക്ക് ചെയ്യാൻ പൊതുവെ താല്പര്യമില്ല. അത് നിങ്ങൾക്ക് അറിയാലോ, നമ്മളെ റെഗുലറായിട്ട് കാണുന്ന സ്റ്റാർട്ടിങ് തൊട്ട് കാണുന്ന ഓഡിയൻസിനെ അറിയാം നമ്മളാ പരിപാടി ചെയ്യലില്ല. ഇനി ഇതിന്റെ പേരിൽ അപ്പുറത്ത് പോയിട്ട് ഇനി വലിയ പ്രശ്നം ഉണ്ടാക്കരുത് ഉള്ള കാര്യം പറയാം. അതിനെപ്പറ്റി നിങ്ങൾ കാര്യത്തിന്റെ വ്യക്തത അറിയാതെ അവിടെ എവിടെയും പോയിട്ട് ചുമ്മാ ഓരോന്ന് പറയരുത്. ഇപ്പൊ ഇത്ര മാത്രം കേട്ടിട്ട് അവിടെ എവിടെയും പോയിട്ട് ഓരോന്ന് പറഞ്ഞു തുടങ്ങും. ഇപ്പൊ തന്നെ വേറെ ആരെങ്കിലും ലൈവ് ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് അത് പറയാം ഇത് പറയാം, അതൊന്നും ചെയ്യരുത് നിങ്ങൾ. ഹാപ്പി ന്യൂസോ? ഹാപ്പി ന്യൂസ് ഞങ്ങൾ കുറെ ട്രൈ ചെയ്താ ഒന്ന് ഹാപ്പി ആവാൻ വേണ്ടി. ഞങ്ങൾ 2 മണിക്കൂർ ഞാൻ ശരിക്കും ട്രൈ ചെയ്തു, പക്ഷെ നടക്കുന്നില്ല. ഞാൻ ട്രൈ ചെയ്തിട്ടൊന്നുമില്ല. സത്യം പറയാലോ, ഞാൻ ട്രൈ ചെയ്തു ശരിക്കും, എനിക്ക് അത്രയ്ക്ക് വൈകായിരുന്നു. അത് നടക്കൂല മനസ്സിലായി, ബട്ട് സ്റ്റിൽ. എടാ നമ്മൾ ഈ മറ്റേ എന്താ പറയാ, ഈ മണൽത്തരികളില്ലേ, അതുപോലെയാണ് ചില ബന്ധങ്ങൾ, മനസ്സിലായോ? നമ്മൾ മുറുകെ പിടിക്കും തോറും നമ്മൾ വിചാരിക്കും അത് നമ്മളെ കൂടെ നിൽക്കുന്നു. പക്ഷേ നമ്മൾ ഈ മണൽത്തരികൾ മുറുകെ പിടിക്കും തോറും അത് നമ്മളെ കയ്യിൽ നിന്ന് തെന്നി തെന്നി പോവും. അതാണ് സത്യം. ചിലതൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല, അത്രേ ഉള്ളൂ. വാട്ടവർ. വന്ന് സത്യം പറഞ്ഞാല് ഞാൻ ഇത് കുറേ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയോ, മനസ്സ് അത് വേറെ രീതിക്ക് അടികളാവും. വേണ്ട. അതാ അതെ 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 എനിക്ക് അതെ കുറേ വേണ്ട, കാര്യങ്ങൾ അത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാൻ നിൽക്കണ്ട. കുറിപ്പ് കണ്ടില്ലേ ഒറ്റ കാര്യം ഞാൻ മുണ്ടാതിരിക്കുന്നത്. പറയാലോ, ജീവിതത്തിൽ ഭയങ്കരമായ ചാറ്റൊക്കെ വിശ്വസിക്കുന്ന വിശ്വാസങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. പോയി. എനിക്കാണെങ്കിൽ ചാറ്റൊക്കെ അല്ല നോക്കിയിട്ട് എന്ത് പറയണമെന്ന് അല്ല അറിഞ്ഞൂടാ. കുറിപ്പ്, എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. എനിക്ക് എന്നെയും എന്റെ നിഴലിനെയും ഇപ്പൊ കറന്റ് ഷെയ്ക്കിനെ മാത്രമേ വിശ്വാസമുള്ളൂ. ഉള്ള കാര്യം പറയാലോ, തമാശ പറഞ്ഞല്ലേ, ഞാൻ കാര്യം പറഞ്ഞ വേറെ ഒന്നും അല്ല. എനിക്ക് ഇപ്പൊ എന്നെയും എന്റെ നിഴലിനെയും ഷെയ്ക്കിനെ മാത്രമേ എനിക്ക് ഇപ്പൊ വിശ്വാസമുള്ളൂ. അതിന്റെ കാര്യം എന്താണെന്ന് എല്ലാവർക്കും കുറച്ച് മനസ്സിലാവും. സത്യം പറയാലോ, അത് വേറെ ഒന്നും കൊണ്ട് പറയല്ല കൈസ്, അത് അങ്ങനെയാണ്. നിങ്ങൾക്ക് ഇനിയിപ്പോ അത് എത്രത്തോളം പറഞ്ഞാൽ മനസ്സിലാവും ഷെയ്ഖിനോട് എന്ന് ഓൾറെഡി എനിക്ക് അറിയത്തില്ല. പറഞ്ഞിട്ടുള്ള കാര്യമാണ് മാക്ക. ഷെയ്ഖ് ഇപ്പൊ തൽക്കാലം ഷെയ്ഖിനെ മാത്രം വിശ്വസിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ അത് അങ്ങനത്തെ ഒരു ഗെയിമാണിത്, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം എടാ ഞാൻ ന്യൂ ടു RP എനിക്കറിയാത്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഞാനതൊക്കെ പയ്യെ പയ്യെ പഠിച്ചെല്ലാം, ഞാൻ എൻ്റെ മിസ്റ്റേക്സ് തന്നെയാണ് എല്ലാം പഠിച്ചത്. സത്യം പറയാലോ, ഒരുപാട് കാര്യങ്ങൾ. കുറേ ആൾക്കാർ അമ്പി എന്ന് പറയുന്നത്, കുറേ ആൾക്കാർ അത് ഇത് എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് വരെ MRG TV8 KV8 ആയിട്ട് ഉണ്ടാക്കാൻ ഒരു സാധനം MRG നിന്നപ്പോൾ ചെയ്തിട്ടില്ലായിരുന്നു. അത് മാക്കിനും ഇതിൻ്റെ കൂടെ നിന്ന് അത്രയും കുറച്ച് ആൾക്കാർക്കും നന്നായിട്ട് അറിയാം. ഞാൻ അടി പൊട്ടരുത് എന്ന് എത്രത്തോളം നോക്കിയോ അതൊക്കെ പിന്നീട് അടി പൊട്ടിയപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഗ്യാങ്ങിന് പ്രയോറിറ്റി കൊടുത്ത് നിൽക്കണമായിരുന്നു ഹലോ, എന്നുള്ള രീതിയിലൊക്കെ. ആ മിസ്റ്റേക്കുകളൊന്നും ഇവിടെ റിപ്പീറ്റ് ചെയ്യരുതെന്ന് എഴുതിയിട്ടാണ് ആദ്യം തന്നെ ഒരാളെയും ഫ്രണ്ട്ലി ഗ്യാങ്ങായി കാണൂല എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞത്.
ബിലാൽ വല്ലതെന്നോ? എന്ത് ബിലാല്? ബിലാലൊന്നും ഒന്നും ചെയ്യൂല. ബിലാലൊക്കെ എവിടെ പോവാൻ? ഇവിടെ തന്നെ ഉണ്ട്. പക്ഷേ ഞാൻ പറയില്ല കൈസ്, നമ്മൾ ജീവിതത്തിൽ ആരെയും വിശ്വസിക്കണ്ട. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയം വരുമ്പോൾ എല്ലാവരും ഇട്ടുപോകും, അത്രേ ഉള്ളൂ. അത് ഇതേപോലെ ഇപ്പം ഇനി ഇരുന്ന അപ്പുറത്തുള്ള ആൾക്കാരും പറയും നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇട്ട് പോകുന്നു. നമ്മളവിടെ നിന്ന് ഇറങ്ങിയതിൻ്റെ വ്യക്തമായ റീസൺസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പോലും കുറേ ആൾക്കാർക്ക് അറിയില്ല. അത് വളരെ അപൂർവം. അവിടെ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയോ? അവിടെ നിൽക്കുന്ന ആൾക്കാർക്കും അറിയില്ല, കുറേ പേർക്ക്. അവിടെ നിൽക്കുന്ന വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അവിടെ നിന്ന് ഇറങ്ങിയതിൻ്റെ റീസൺ അറിയുള്ളൂ. അതിലിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇന്നിപ്പം കുറേ നേരം രാജുഭായിനോട് സംസാരിച്ചു. രാജുഭായിനോട് സംസാരിച്ചതിൽ നമുക്ക് മനസ്സിലായതിൽ ഓൽക്കും സങ്കടങ്ങളുണ്ട്. നമ്മളെ ഭാഗത്ത് പറ്റിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമങ്ങളുണ്ട്. മിസ്റ്റേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മിസ്റ്റേക്ക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അതൊരു മിസ്റ്റേക്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ ഓല സൈഡിൽ നിന്ന് നോക്കുമ്പം അതൊരു മിസ്റ്റേക്ക് ആയിട്ട് തന്നെയാണ്. കാരണം അത്രയും കാലം ഒപ്പം നടന്ന് എല്ലാ ആവശ്യത്തിനും, എൻ്റെ പല ആവശ്യത്തിനും രാജുഭായി ഇതേമാതിരി വണ്ടി കയറി തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ മലപ്പുറം വരെ വന്നിക്കണ്. ഇല്ല ഒന്നും പറയണില്ല. അത്രയും പിന്നെ പുള്ളിൻ്റെ 110 ഇട്ടിട്ട് എനിക്കും വേണ്ടിയിട്ടൊക്കെ നിന്നിക്കണ്. പക്ഷെ ഞാൻ ആ ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് അത് വേറെ കുറച്ച് കാര്യങ്ങൾ കൊണ്ടും കൂടി തന്നെയാണ് ഇറങ്ങിയത്. ആ ഇറങ്ങിയ സമയത്ത് ഞാൻ ലിറ്ററലി ഒരാളോടും പറഞ്ഞില്ല. മറ്റതെല്ലാം ഷെയർ ചെയ്യണ ഞാൻ ആരോടും ഷെയർ ചെയ്യാതെ ഇറങ്ങി എന്നുള്ളൊരു റീസണാണ് പുള്ളി പറഞ്ഞത്. അപ്പം പുള്ളിക്ക് അതിൽ സങ്കടമുണ്ട്, മാരിക്ക് അതിൽ സങ്കടമുണ്ട്. കാരണം മാരി, രാജുഭായ് ഇവരൊക്കെ നമ്മൾ റെഗുലറായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ്. ആരോടും ഞാൻ ഒന്നും പറഞ്ഞില്ല. അത് പക്ഷേ എനിക്ക് എന്താ പറയുക, ഒരു തെറ്റായിട്ടൊന്നും തോന്നിയില്ല. കാരണം ആരടുത്തും പറഞ്ഞിട്ടില്ലല്ലോ. ഒരാളെ മാത്രം വിളിച്ചും പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു കണ്ട് ഇറങ്ങി പോരുന്ന മാതിരിയല്ല. ഈവൻ എന്റെ അടുത്ത് പോലും ഒന്നും പറഞ്ഞില്ല. ഞാൻ ഞാൻ ഇറങ്ങി വിളിച്ച് ചോദിക്കാതെ മാക്സിമം ഞാൻ ചോദിച്ചു. ഇറങ്ങി അത്രേ ഉള്ളൂ. മാലിക്ക് ഇറങ്ങി. ഇനിയൊരു തിരിച്ചുവരവില്ല എന്നുള്ളത് 100% പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ സ്റ്റിൽ ഈ പറയുന്ന കുറേ പേര് എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ്. അതിൻ്റെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ആണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ചാറ്റിൻ്റെ ഹിസ്റ്ററി ആണെന്നുണ്ടെങ്കിൽ ഒരാളോട് പോലും നിങ്ങളെല്ലാവരും റാംബോൻ്റെ കൂടെ നിൽക്കണം, ഞാൻ ഇറങ്ങി നിർത്തിയിട്ട് ആരും ഇതാവരുത്, ഞാൻ ഗ്യാങ് വേറെ തുടങ്ങുന്നതിനെ പറ്റിയൊന്നും ഞാൻ തിങ്ക് ചെയ്തിട്ട് പോലും ഇല്ലായിരുന്നു. പിന്നെ ഇത്ര പേരൊക്കെ ഇറങ്ങിയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഫസ്റ്റ് ലൈവ് വന്നെന്ന് തന്നെ നിങ്ങൾക്ക് അറിയാം. ചിലപ്പോൾ ഞാൻ ഗ്യാങ് ചിലപ്പം തുടങ്ങിയേക്കാം, ഉറപ്പില്ല എന്നുള്ളത്. ആ സമയത്ത് ഞങ്ങൾ 7 പേരുള്ളൂ. ഞാൻ, ബ്ലേക്ക്, മാലിക്, മാക്ക്, ഉസ്മാൻ, ഇസ്മായിൽ, ബിലാൽ. ഞങ്ങൾ 7 പേർക്കും വേണ്ടിയിട്ടൊരു ഗ്യാങ് തുടങ്ങേണ്ട ആവശ്യമില്ലായിരുന്നു ആക്ച്വലി. പിന്നെ ഇത്ര പേര് മേ ബി തുടങ്ങിയേക്കാം എന്നുള്ളൊരു കാര്യത്തിലാണ് കുറുപ്പും പിന്നെ അതേപോലെ അത്രയും 10-24 ആൾക്കാർ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. അപ്പോൾ പിന്നെ തുടങ്ങല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. പക്ഷേ എന്താ പറയുക, ഞാൻ ചാറ്റൊന്നും നോക്കുന്നേ ഇല്ലടാ. എനിക്ക് ചാറ്റൊന്നും നോക്കിയാൽ എനിക്കൊന്നും ചിലപ്പോൾ ഇതാക്കാൻ കഴിയൂല. നിങ്ങൾ പലതും പറന്നെല്ലാം പറയുന്നുണ്ട്. എനിക്ക് നിങ്ങൾ പറയുന്ന പോലെയല്ല ഇതാർക്കും ഞാൻ കാരണം ഒരു പ്രശ്നമോ കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. പിന്നെ പിന്നീട് അത് വേറെ രീതിക്കൊക്കെ ആവും കാര്യങ്ങൾ. അപ്പം അതിലേറെ കുറേയൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഞാനൊരു കാര്യം നിങ്ങളടുത്ത് പറയാം. നിങ്ങൾ ഇനി എന്നെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ കേൾക്കാൻ റെഡി ആയിട്ട് തന്നെ ഒരു കാര്യം പറയാം. ഈ സമയത്ത് അല്ലെങ്കിൽ ഏത് സമയത്തായാലും ഇപ്പം ഇത്ര നല്ലൊരു വ്യൂവർഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് ഷെയ്ഖിന്റെ വോയിസിന് അതിൻ്റെതായ പവർഫുൾ ആയിട്ടുള്ളൊരു അതിൻ്റെതായ ഒരു പവർ ഉണ്ട് ആ വോയിസിനും ആ പറയുന്ന വേർഡ്സിനും അല്ലെങ്കിൽ ആ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഫ്രീക്വൻസി ഉണ്ട്, ഒരു വെലോസിറ്റി ഉണ്ട്. അപ്പോൾ ആ സാധനങ്ങളൊക്കെ നോക്കിയും കണ്ടും അല്ലാതെ ഇപ്പോൾ ഇതിന് മുന്നേയും ഞാൻ ഇതുവരെ ഷെയ്ഖിനെ അങ്ങനെ ഉപദേശിക്കുക അങ്ങനെയൊന്നും പറഞ്ഞില്ല. പലപ്പോഴും ഷെയ്ഖ് ചെയ്തിട്ടുള്ള കാര്യം വെച്ചാൽ ഈ ദേഷ്യത്തിന്റെ പുറത്ത് പലതും പറയുന്നത് ഷെയ്ഖിന്റെ വോയിസിന്റെ ആ ഒരു റീച്ചോ അല്ലെങ്കിൽ വെലോസിറ്റി അറിയാതെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇനി എന്തായാലും ഇനിയും തൊട്ടുള്ള മുന്നോട്ടുള്ള ജേർണിയിൽ അത് കണ്ടിന്യൂ ചെയ്യത്തില്ല. അപ്പൊ അത് ഇനി നോക്കിയും കണ്ടും തന്നെ മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യുള്ളൂ. അതിന് നിങ്ങൾ എന്നെ കുറ്റം പറഞ്ഞാലോ ഇനി നിങ്ങൾ എന്നെ എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാലും എന്നെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം ഞാനത് പറ്റൂല എന്ന് തന്നെ പറഞ്ഞു നിൽക്കും. അത് ഞാൻ എൻ്റെ വാക്ക് എത്ര നാൾ ഷേക്ക് കേൾക്കും അത്രത്തോളം ഞാൻ അത് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. ഗൈസ്, നിങ്ങൾക്കൊരു എക്സൈറ്റ്മെന്റിനോ നിങ്ങളുടെ ആങ്സൈറ്റികൾ തീർക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ ഒരു പെട്ടെന്നൊരു കാര്യം വന്ന് വെറുതെ വിളിച്ച് പറയുന്ന പരിപാടി നമ്മൾ നിർത്തി. പ്ലീസ്, അത് നിങ്ങളൊന്ന് അക്സെപ്റ്റ് ചെയ്യുക. ഇത് നിങ്ങളെ ഈ ലൈവ് വരുന്ന 3-4 മണിക്കൂർ മാത്രമല്ല ഇതിനകത്ത് വേണ്ടി നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെ അകത്ത് ബാക്കി കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങളതൊന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്കും കൊള്ളാം, നമുക്കും നല്ലത്. കുറുപ്പേ, ഓ ഷേക്ക്, എന്തോ ഉണ്ടാക്കുന്ന? ഞാനിങ്ങനെ ചുമ്മാ ഫോൺ ഫ്ലഫി ആക്കി വിളിച്ചിരുന്നു, എന്തൊരു പരിപാടി പബ്ജി കളിക്കണമെന്നൊക്കെ ചോദിച്ച്.
ഉം. ആ പബ്ജി കളിക്കാം നല്ലതാണ്. പബ്ജി ഒന്നും കളിക്കാൻ ഇപ്പം മൈൻഡ് ഇല്ലെന്ന് പറഞ്ഞു. ആക്ടിങ്ങും പറയുന്നല്ല കുണ്ണാളെ. ആക്ട് ചെയ്യാനൊന്നും ഞാൻ എന്താ വേറെ സ്ട്രീമേഴ്സിൻ്റെ പോലെ എനിക്കിങ്ങനെ വന്നാണ്ടിരുന്ന് ആക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്താണ് ഉള്ളിൽ തോന്നുന്നത് അത് നമ്മൾ വന്ന് എപ്പോഴും പറയാറുണ്ടായിരുന്നു. അത് പരമാവധി ഇലക്കും മുള്ളിനും കേടില്ലാതെ നമ്മളെപ്പോഴും പറയാറുണ്ടായിരുന്നത്. ചിലതൊക്കെ സഹിക്കൂലടാ. നിങ്ങളത് വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. എനിക്കിപ്പോൾ ആരെ സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ ആരെ വിശ്വസിക്കണം, ആരോട് എന്ത് പറയണം എന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ വിശ്വസിച്ച് പറയുന്ന കുറേ കാര്യങ്ങൾ അതുപോലും പിന്നീട് ഇതേമാതിരി നമുക്ക് തന്നെ പണിയായി വരുന്ന സംഭവങ്ങളാണ്. മനസ്സിലായോ? മാലിക്കാണോ വിപ്സിയാണോ എന്താടാ? വെയിറ്റ് ചെയ്യ്, ഒരു എന്താ പറയാ, ടെൻഷൻ ആവണ്. ഇതെന്തത്? നീ അറിഞ്ഞിട്ടില്ല അല്ലേ? ഇല്ല, ഇല്ലില്ല ആര് കാലൊക്കെ ഇല്ലില്ല വരക്കണ അതെന്തായാലും ഇപ്പൊ ഉടനെ അറിയുമല്ലോ എല്ലാരും. ശരി, ഇപ്പൊ ഞാൻ കാണാൻ ഞാൻ നോക്കുന്നുണ്ട്. പറയാലോ പല ഇതിനെ പറ്റി എന്താ പലത് പറയണപ്പോൾ ഞാൻ കേട്ടു. ഈ ഗ്യാങ് മുമ്പിൽ പോവും, എൻ്റെ ഏതൊക്കെ സാധനങ്ങളൊക്കെ എടുത്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഈ പരിപാടി നിർത്തി പോകുന്നുള്ളത്. വ്യക്തമായ തെളിവുകളില്ലാതെ, ആരോപണങ്ങൾ മാത്രമല്ലാതെ എനിക്കെതിരെ എന്തെങ്കിലും ഒരു ശക്തമായ തെളിവും കൊണ്ടുവരാതെ ഷെയ്ഖ് എവിടെയും പോകില്ല. മനസ്സിലായോ? വെറുതെ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നല്ലാതെ, വെറുതെ കുറച്ച് അലിഗേഷൻസിൻ്റെ പേരിൽ കൊണ്ടുവരാന്നല്ലാതെ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്ക് ബോധ്യമുള്ളിടത്തോളം കാലം ഒരു അണ്ടിയില്ലാത്ത ഒരു കുണ്ണാളെ എനിക്ക് പേടിയില്ല. മനസ്സിലായോ? അവിടെ ഇരുന്ന് അങ്ങനെ കൊണക്ക. ഞാനൊരു സൈഡിൽ നിന്ന് സത്യങ്ങൾ പറയാൻ തുടങ്ങി കഴിഞ്ഞാണ്ടല്ലോ ഒരു മൈരന്മാരും ഇവിടെ ഉണ്ടാവില്ല. എനിക്കറിയാം നന്നായിട്ട്. അത് കുറേയൊക്കെ ഇവന്മാർ പറയണ്ടെന്ന് കരുതിക്കാണ്ട് മിണ്ടാതെ പിടിച്ച് നിൽക്കാൻ പറഞ്ഞുകൊണ്ട് മിണ്ടാതെ വന്നു, അത്രേ ഉള്ളൂ. ഷമീർ ഇതൊന്നും ഇല്ല. ഷമീറിൻ്റെ കേസൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഷമീറൊക്കെ അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല. നമ്മളെ ഇടയിൽ ആകെ ഈ പറയുന്ന കുറച്ച് ഷമീറിന് എനിക്ക് ഈഗോ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ വാച്ചിങ്ങിൻ്റെ കേസിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അല്ലാതെ ഞാൻ ഷമീറൊക്കെ വാസ് ഗുഡ് ഫ്രണ്ട്. സ്റ്റിൽ എനിക്ക് അങ്ങനത്തെ ഓനായിട്ട് വേറെ ഇഷ്യൂ കാര്യങ്ങളൊന്നും എനിക്ക് ഷമീറിനായിട്ടില്ല. നമ്മൾ എപ്പോഴും ഈ പറയുന്ന പോലെ ലാസ്റ്റ് ടൈമിലും കൂടിയും ഈ പറഞ്ഞ പോലെ ഓനെ എനിക്ക് ഈദ് മുബാറക്കൊക്കെ ഇങ്ങോട്ട് അയച്ചിട്ട് നമ്മൾ അങ്ങോട്ട് ആക്കിയതിൻ്റെ ഒരു ഇതൊക്കെ അയച്ചതാണ്. അല്ലാത്ത ഞങ്ങളുടെ ഇടയിൽ ഈ വാച്ചിങ്ങിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അല്ലാതെ വേറെ ഒരു ഇഷ്യൂവും ഞാനും ഷമീറും തമ്മിൽ വേറെ ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ വേറെയുള്ള ആൾക്കാർ അങ്ങനെയല്ല. പറഞ്ഞോ എന്തേ? പോടാ പുണ്ടേ. ഈ സമയത്താണല്ലോ നിൻ്റെ ഈ പേര്. പിന്നെ ഇത് ലൈവ് കഴിഞ്ഞിട്ട് വിളിക്കാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഗൈസ്. കഴിഞ്ഞല്ലേ? കഴിഞ്ഞോ? പ്രശ്നമെല്ലാം തീർന്നില്ലല്ലോ. എനിക്കറിയില്ല, കഴിഞ്ഞോ അറിയില്ല. ഹാപ്പി അല്ലേ എല്ലാരും? അപ്പം അതും കഴിഞ്ഞു. അപ്പം എന്താ ഇപ്പം ഇതിനെ പറ്റി പറയാ? എല്ലാരും സന്തോഷിക്കും. ഇനിയിപ്പം ബാക്കിയുള്ളവരെന്താ പറയാമെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ സംഭവം അറിഞ്ഞ് എൻ്റെ അടുത്ത് വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, എന്താ പറയടാ എനിക്കറിയില്ല, എനിക്കിതിനെ പറ്റി ഒന്നും പറയാനില്ല. ഞാൻ പറഞ്ഞില്ലേ ആരെ സപ്പോർട്ട് ചെയ്യണം, നമ്മൾ ഈ ബൂസ്റ്റ് ചെയ്യണതൊക്കെ കുറേയൊക്കെ വെറുതെ ആയി പോവാണോ എന്നുള്ളൊരു ഫീലിംഗ് ഒക്കെയാണ് എനിക്ക്. മനസ്സിലായോ? എനിക്കതുകൊണ്ട് തന്നെ ആരെയും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഏത് സമയത്ത് നമുക്കെതിരെ തിരിയാം എന്നുള്ളൊരു മൈൻഡൊക്കെ വന്നു. നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിലേറ്റ് ആവില്ല ഗൈസ്. അത് നമ്മൾ പൊസിഷനിൽ നിൽക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എന്താ സംഭവം? എന്താ സംഭവം? എന്താ ആശയ്ക്ക് പറ. സംഭവം അലക്സ് പോയി. അതന്നെ, അലക്സ് ടി വിയെ കയറി. അലക്സ് മെയിൻ തിങ്. അത് സത്യം പറയാലോ, കഴിഞ്ഞ ഒരു 3-4 ദിവസം മുമ്പ് MRC എന്നുള്ള ഒരു ഇതിലേക്ക് വെളി വന്നു. ഒരു പെർട്ടിക്കുലർ ഒരാൾ വിളിച്ച് ഒരുപാട് സമയം കൺവിൻസ് ചെയ്തു, പല ഓഫറുകളും കൊടുത്തു എന്നൊക്കെ ഞാൻ അറിഞ്ഞു.
ആ സമയത്ത് ഉണ്ടായതിനേക്കാൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിഷമമുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെയും നമ്മളെ ഗ്യാങ്ങാണ് അല്ലെങ്കിൽ നമ്മൾ കളിച്ച മെമ്പേഴ്സിൻ്റെ കൂടെയാണ് പോകാന്നുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ഇതെന്തോ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ആരും ഇതാക്കൊന്നും വേണ്ട, ഹെയ്റ്റ് കൊടുക്കാനോ ഇതാക്കാനോ ഒന്നും വേണ്ട. ഞാൻ ജസ്റ്റ് എനിക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ കുറുപ്പിൻ്റെ അടുത്ത് കുറേ പറഞ്ഞു. കുറുപ്പിന് ഇതൊക്കെ ജീവിതത്തിൽ ഒരുപാട് വട്ടം അനുഭവിച്ചിട്ടുള്ളതാണ്. ഇതിനും വലിയ കാര്യങ്ങൾ കുറുപ്പിന് ഇതൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ എനിക്കെന്തോ അത് ഡൈജസ്റ്റ് ആവണില്ല. എനിക്കിത് നമ്മൾ ഓരോരുത്തർക്കും ഓരോ ഓപ്പർച്യൂണിറ്റിയും കൊടുത്ത് നമ്മളത്രയും എക്സ്പോഷറും കൊടുത്ത് പിക്കപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു ടൈമിൽ, പ്രത്യേകിച്ച് ഈ ഒരു സ്പ്ലിറ്റപ്പായി ഇനി ഒന്നിന്ന് തുടങ്ങിയിട്ട് വേണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ, ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ ഇങ്ങനെ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്കെന്തോ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അത്രേ ഉള്ളൂ. ഹെയ്റ്റായിട്ട് പറയുന്നൊന്നല്ല. എന്തോ മേക്കെ ഞാൻ പറയാ, എനിക്ക് അറിയില്ല. ഒന്നും പറയണ്ട. നന്നായി അവൻ നല്ല ഫ്യൂച്ചർ ആയിരിക്കും. നല്ല ഫ്യൂച്ചർ നോക്കി പോട്ടെ. നല്ല കാര്യം. ഓൾ ദ ബെസ്റ്റ് ഡൗത്തെ. എന്തായാലും നിന്റെ നല്ല ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിന്നെ അവിടെ നമ്മുടെ ഫാമിലിയിലേക്ക് കൊണ്ടുവന്ന് നിനക്കിപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആവട്ടെ എന്ന് നമ്മളെല്ലാവരും നല്ല മനസ്സോടുകൂടി നിനക്ക് ഒരു ആശംസിക്കുന്നു. അത്ര പറയാനുള്ളൂ. ഇതിൽ കൂടുതൽ നമ്മൾ എന്ത് പറഞ്ഞാലും അത് നിനക്കും ഒരു ഇതാവും. വെറുതെ എന്തിനാ വിട്ടേര്. അവൻ്റെ ലൈഫ് നോക്കി പോട്ടെ ഗൈസ്. ഇനി ദൈവത്തെ ഓർത്ത് അവനെ പോയിട്ട് ആവശ്യമില്ലാത്ത ഹേറ്റും അത് കാര്യങ്ങളും ചെയ്യരുത് ആരും. നമ്മളെ പാവം സൈഡിൽ നിന്ന് പയ്യൻ. ആരും അങ്ങനെ അവൻ ഒരു പാവം അത് ചെക്കൻ. ചെയ്യണ്ട. ഞാൻ ഒരാളും കൂടെ അവനെ എൻ്റെ ലൈവ് ചെയ്യരുത്. സ്റ്റാർട്ടിങ് തൊട്ടേ എപ്പോഴും കാണുന്ന ആൾക്കാരോട് പറയുന്നതാണ്, ഈ ആവശ്യമില്ലാത്ത ഹെയ്റ്റോ പരിപാടിയൊന്നും കൊടുക്കണ്ട എന്നുള്ളത്. പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടായതിൻ്റെ ഒരു മൈൻഡ് ഫക്കാ. നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അത്രേ ഉള്ളൂ. നമ്മൾ പുതിയതായതുകൊണ്ടായിരിക്കും. നിങ്ങൾ എനിവേ, PvP എന്ന് പറയുന്നതിന്റെ ലാസ്റ്റ് വേർഡ് അല്ല ആരും. മനസ്സിലായില്ലേ? നീ നല്ല പ്ലേയേഴ്സ് വരും. നമുക്ക് നോക്കാം. ഡോണ്ട് വറി ഗൈസ്. ചില്ല. എല്ലാരും ചില്ല. പണ്ട് കെ വി അനുഭവിച്ച ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്നു. ഇതെല്ലാം കർമ്മമാണോ മയില്? ഞാൻ പ്രതീക്ഷിച്ച ഡയലോഗാണത്. ആയിരിക്കും. നമ്മളതിനെ ഞാൻ പറയട്ടെ, നമ്മളാരും അങ്ങോട്ട് പോയി അങ്ങനെ നിർബന്ധിച്ച് വിളിച്ചിട്ടില്ല. ഈവൻ കൊച്ചാപ്പയാണെങ്കിലും അതെ. KVL കേസിൽ മാലിക്കനാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം എന്തോ നമ്മൾ വിളിച്ചു എന്നല്ലാതെ പിന്നെ നമ്മൾ 1-2 പ്രാവശ്യം എന്തോ വിളിച്ചിട്ടുണ്ടെന്നുണ്ട്. പിന്നെ തൊപ്പി അങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് പിന്നെ മാലിക്ക് കയറിയത്. അതൊക്കെ അവരവരുടെ ചോയ്സിൽ പോയതാ. ഇതും അതേപോലെ അവൻ അങ്ങോട്ട് പോയി ചോദിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത്. എനിക്കറിയില്ല എൻ്റെ ബാക്കിയുള്ള. അറിയില്ല. അതൊക്കെ ഇനി അവൻ തന്നെ പറഞ്ഞോളൂ. നമ്മൾ അവനവൻ്റെ ലൈവ് ഇട്ടുണ്ടോ ഈ അവൻ്റെ ടോപ്പിക്ക് സൈഡ് നമ്മൾ ക്ലിയർ ചെയ്തിരിക്കും. അതെ ശരി, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ ഇതിൽ ചാറ്റിൽ ഇപ്പൊ ഇഷ്ടം പോലെ ആൾക്കാർ അവനെ തെറി വിളിക്കുന്നുണ്ട്. അവനെ ഒന്നും ഇവിടെ ആരും തെറി വിളിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കൂടെ കളിച്ച പ്ലെയർ ആണ്. അവിടെ ഇപ്പോൾ ഒരു ഇത് വന്നപ്പോൾ പോയി, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്കിപ്പോൾ അവിടെ പോയി കളിക്കുന്നതിലൊന്നും ഒരു പ്രശ്നവുമില്ല, സന്തോഷമേ ഉള്ളൂ. അപ്പം നിങ്ങളൊന്ന് ഇവിടെ നിന്ന് അവിടെ പോയി അവനെ തെറി വിളിക്കുകയോ അതിൻ്റെ പുറകെ നടക്കാനുള്ള, ഇവിടെയും തെറി വിളിക്കാതിരിക്കുകയോ മാക്സിമം. ഈ ചുമ്മാ ഇപ്പം ഞാൻ തന്നെ കുറേ നേരം ഞാൻ മ്യൂട്ട് അടിച്ചിരുന്നപ്പോഴും കാണുന്നുണ്ട് ഫുൾ അലക്സിനെ തെറി വിളിക്കുന്നതാണ്. അപ്പം നിങ്ങൾ മാക്സിമം ആവശ്യമില്ലാത്ത ഹെയ്റ്റ് ഒന്നും ഒരു പ്ലെയറിന് അങ്ങനെ കൊടുക്കാൻ നിൽക്കരുത്. അത് ഒഴിവാക്കുക, പിന്നെ നിർത്തുക. നാളെ ആയാലും ഇതിനകത്തോട്ട് വരാൻ പോകുന്ന പ്ലേയേഴ്സിന്റെ അടുത്ത് മറ്റേ ഷേക്ക് നിർത്തിപ്പോവും, ഭാവി ഇല്ലാണ്ടാവുന്നൊക്കെ പറയുന്നവരോട് ഷേക്ക് മുന്നേ പറഞ്ഞ പോലെ ഇവിടുന്ന് ആരും എവിടെയും പോകാൻ പോകണില്ല. ആരുമില്ലെങ്കിലും സ്ക്രാച്ചിൽ ഇത് നിന്നാണ് ഒരു തുടങ്ങണ്ടെങ്കിൽ വാശിയായിട്ട് തന്നെ കണക്കാക്കിക്കോ. ഇതെന്തായാലും നമ്മൾ ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് ആക്കാൻ നോക്കും. അത് ഉറപ്പായിട്ടും. ഇനി ഇതൊരു നമ്മൾ വാശിയാണ് ഗൈസ്. അത് ഇനി ഇതൊരു വാശിയാണ്. ഒരിക്കലും താന്നു കൊടുത്തിട്ട് അങ്ങനെ ബാക്കിയുള്ളവർക്ക് അങ്ങനെ ചവിട്ടി മേലെ കയറാന്നുള്ളൊരു തോന്നല് അത് ഇനി നടക്കൂല. അത് ഇത് എടുക്കുന്ന നമ്മൾ പ്ലേയേഴ്സ് വേറെ ആരും ആണെന്നുണ്ടെങ്കിലും ഉദ്ദേശിച്ചൊന്നുമല്ല. അത് ഇങ്ങിരുന്ന് ഗ്രൈൻഡ് അങ്ങനെ ആയിരിക്കട്ടെ. ചെയ്തിട്ടാണെങ്കിലും നമ്മളും സ്ട്രഗിൾ ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് വരും. അത്രേ നമുക്ക് പറയാനുള്ളൂ ഇതിൽ. അത്ര എന്താ പറയാ, എനക്കൊന്നും പറയാല്ല. ഞാൻ എനിക്ക് ഓരോന്നില്ലോ എന്തെല്ലോ പറയണമെന്നുണ്ട്. എനിക്ക് എന്താ വെച്ചാ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വേറെ രീതിക്ക് ആയി പോകും. എനിക്ക് അതാ പേടി. ഞാൻ തൊള്ള ഒന്നും തുറക്കാക്കുന്ന ആദ്യം പറയണ്ട. പറഞ്ഞു കഴിഞ്ഞാൽ നല്ലേ. നമുക്ക് നമ്മുടെ കാര്യം ഇനി അതിന് നമുക്ക് കുറച്ച് പ്രയോറിറ്റി കൊടുക്കാം. ചാറ്റ് ഞാനൊക്കെ ഇപ്പൊ ചാവുന്നു. എന്തിന് ഇതിന് ചില്ല ഗൈസ്, നോക്കാം. നമുക്ക് നമ്മളെ പരിപാടികളായിട്ട് അങ്ങനെ മുന്നോട്ട് പോവാം. നമുക്ക് ഫോർസ കളിച്ച് കാണിച്ചു കൊടുക്ക് ശരിക്കും അങ്ങോട്ട്. ഓടാ വണ്ടിയില്ലാത്തവരെ ഒന്നിനും മൂടില്ലടാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല ഇന്ന്. സത്യം പറഞ്ഞു മനസ്സിലായി. കഴിഞ്ഞാൽ ഫുഡ് കഴിച്ചിട്ടില്ല. പുറത്തായിരുന്നു ഇത്ര നേരം വന്നിട്ട് പുതിയ റിക്രൂട്ട്മെന്റിനെ പറ്റിയൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നിന്നതായിരുന്നു. പക്ഷെ ഒന്നിനൊരു മൂഡ് കിട്ടുന്നില്ല ആക്ച്വലി. അതാ
ഒന്നും വേണ്ട, നമുക്കെല്ലാം റെഡി ആക്കടാ. മാലിക് പോയോന്നോ? മാലിക് എവിടെ പോണു? മാലിക്കൊക്കെ അവന്റെ വീട്ടിലുണ്ട്. മാലിക്ക് ഫുഡ് കഴിക്കാൻ പോയെന്ന് തോന്നുന്നു പുറത്തോട്ട്, അല്ലാണ്ട് എവിടെയും പോകില്ല ഗൈസ് അവൻ. എനിക്ക് കഷ്ടപ്പെട്ടിട്ടാണ് അവൻ വീട്ടിൽ പോലും പോയത് വയ്യാതെ ഇരുന്നിട്ട്. അതെ. ഞാൻ ഒരു കാര്യം പറയാം, എന്തായാലും ഒരു ഗ്യാങ്ങിനായിട്ട് നല്ല രീതിക്ക് പോകാൻ ചാൻസ് ഇല്ല. കാരണം അങ്ങനെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാത്തോണ്ടാ. അതെ. നിങ്ങൾ ഈ ലൈവിൽ വന്നുകാണ്ട് ഈ രാത്രി ഈ ഒരു മണിക്കൂർ 2 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ കാണുന്ന കാര്യങ്ങളൊന്നുമല്ല. ലൈവ് കഴിഞ്ഞാൽ നമ്മൾ പല ആൾക്കാരോട് സംസാരിക്കുന്ന. അപ്പം അറിഞ്ഞു വെച്ചിട്ട് ഞാൻ പറയാലോ, ഒരു ഗ്യാങ്ങിനായിട്ട് നല്ല രീതിക്ക് നമുക്ക് പോകാൻ ചിലപ്പോൾ കഴിഞ്ഞൊന്നും വരില്ല. എന്തായാലും നല്ല അടി ഇഷ്ടംപോലെ സിറ്റിയിൽ നടക്കാൻ ഇനി വരും ദിവസങ്ങളിൽ. നല്ല അടി കാണാൻ താല്പര്യമുള്ളവർക്ക് നല്ല ഇനി സമയക്കാരം, വരാം. നല്ല നല്ല ടൈമാ. സുഖമുള്ള അടി ഇനി കാണാം. ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് ഭയങ്കര അടിയോടെ അടിയായിരിക്കും. ഭയങ്കര ഇഷ്ടം പോലെ ഈ പല അടിയും കാണാൻ കഴിയും. അൺസബ് അൺഫോളോ എന്നുള്ള സാധനം ഇങ്ങനെ സ്പാം ചെയ്യല്ലേ ഗൈസ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ആ ഫോളോ ചെയ്തതും സബ്സ്ക്രൈബ് ചെയ്തതൊക്കെ അവന്റെ സ്കില്ല് കണ്ടിട്ടല്ലേ. അവനെ ഇനി ആ സ്കില്ല് മുന്നോട്ട് കൊണ്ടുവന്ന് സപ്പോർട്ട് ചെയ്യും. ആരും ഇവിടുന്ന് കൊടുത്തൊന്നും തിരിച്ചെടുത്തിട്ട് ആരും എവിടെ എങ്ങും വിടുന്നില്ല, മനസ്സിലായോ? ലെറ്റ് ഹിം ബി ഹിംസെൽഫ് പ്ലീസ് ഗൈസ്. നിങ്ങൾ ഇങ്ങനെ ഒരു നമ്മൾ അങ്ങനത്തെ ഒരു ചാറ്റാവല്ലേ പ്ലീസ്. ദാമു പിപിയാ ഇല്ലടാ, അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്, എല്ലാരും ഇതായിരുന്നു പറയുന്നത്. അവൻ ലൈവ് ഇട്ടാൽ ഇവിടെ നിന്ന് ആരും പോയി ഹേറ്റ് കൊടുക്കരുത് ഒരിക്കലും. അല്ലടാ, ഞാനത് വിചാരിച്ചിരുന്ന എന്താ വെച്ചാല്, ഈ പറയുന്ന പർച്ചേസ് ആണെന്നുണ്ടെങ്കിലും ഈ മണി ടോക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ആര് കൊണ്ടുവന്നതാ? നമ്മളൊക്കെ തന്നെ കൊണ്ടുവന്നത് അല്ലേ? അതെ. നമ്മൾ ടൈം എടുത്ത് ഓരോന്ന് റെഡിയാക്കി ഓരോന്ന് നമ്മൾ തന്നെയാണ് റെഡിയാക്കിയത്. പക്ഷെ ഈ നമ്മളെല്ലാരും സ്ക്രാച്ചിന്ന് എവിടെ ഇല്ലാത്ത ഈ കൊണ്ടുവന്നു. എക്സ്പോഷർ ഒന്നും ഇല്ലാത്ത ആൾക്കാരെ ഇതേപോലെ വളർത്തി വലുതാക്കി കൊണ്ടുവന്ന് എല്ലാം ചെയ്തു കൊടുത്ത ആ ഒരു, എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാലേ അത് പിന്നെയും പേടാവും. വേണ്ട, ഇനി പറയണ്ട അതിനെപ്പറ്റി. വേണ്ട വേണ്ട വേണ്ട. ഞാൻ എന്തായാലും വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. എനിക്ക് Guys, കൂടുതലൊന്നും നിങ്ങൾ പറയാനില്ല. ഞാൻ ലൈവ് ഇട്ട് എന്തെല്ലോ പറയണം. ഞാൻ ഇരുന്ന് എനിക്ക് കുറെ കാര്യങ്ങൾ ഞാൻ പറയും എന്നുള്ള രീതിക്ക് വന്നത്. മാക്കിനോട് ഞാൻ ഇപ്പം ലൈവ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ഞാനിത് പറഞ്ഞു പോലും ഈ ഒരു കാര്യം. അപ്പം മാക്ക് പറഞ്ഞു, വേണ്ട ചോദിക്കുക ഇനി ഇത് നമ്മളായിട്ട് ഒന്നിനും പോണ്ട, നമ്മളെ സൈഡിന്ന് നിർത്തുക എന്നുള്ള രീതിക്ക് മാക്ക് പറഞ്ഞുകൊണ്ട് ഒതുങ്ങിയതാ. കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അത് പല രീതിക്കും പല ആൾക്കാർക്കും ബാഡാവും. കുറിപ്പൊക്കെ ഉണ്ടാക്കുന്ന അതുകൊണ്ടാ, കുറിപ്പിനടക്കം സംസാരിക്കേണ്ടി വരും. അതെ. നോയിന്റെ ആർ പി കയറാനാ എന്താണ്ടി ആർ പിയില് മൈൻഡ് ഒട്ടും ഓക്കെ അല്ല പുത്തേ. പിന്നെ നമ്മളെന്താ കേറും, പറയാ, നമ്മൾ വരുവാടാ. സമാധാനം ഒരു സന്തോഷമൊക്കെ വേണം മനസ്സിലായ ജീവിതത്തിൽ. അല്ലാതെ ഈ ഇത് ഞാൻ പറഞ്ഞില്ല, രാജുഭായി പറഞ്ഞ പോലെ ഈ ഗെയിം നമ്മള് എല്ലാം തുലക്കുന്ന ഒരു ഗെയിമാണ്. നമ്മളെ റിലേഷൻ ആണെന്നുണ്ടെങ്കിലും നമ്മളെ ട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിലും സത്യം, ഒക്കെ അന്ന് പറഞ്ഞപ്പോഴൊന്നും ഞാൻ വിശ്വസിച്ചില്ല. ഇതൊക്കെ ബ്രേക്ക് ആക്കുന്ന ഒരു ഗെയിം ഉണ്ടെങ്കിൽ അത് 5M ആണ്. നമ്മൾ വിശ്വസിച്ച് നിൽക്കുന്ന പലതും, അല്ലെങ്കിൽ നമ്മൾ ട്രസ്റ്റ് ചെയ്ത് നിൽക്കുന്ന പലതും പല അനുഭവങ്ങൾ കൊണ്ട് പഠിക്കാനായി, അത്രേ ഉള്ളൂ. ഈഗിളിന്റെ ഒന്നും ഇവിടെ ആരും കുറ്റം പറയണ്ട ഗൈസ്. ഈഗിളിന്റെ എന്തിനാ ഇവിടെ പറയുന്നത്? ഈഗിള് പുള്ളിക്കൊന്നും ഒരു ബാഡും ഈഗിളൊന്നും ആയിട്ട് പറയേണ്ട ചെയ്തില്ല, ഒരാവശ്യമില്ല. ഒന്നും ഇന്ന് മാക്ക് ചെയ്തിട്ടില്ല. വിളിച്ചിരുന്നു ഈ പുള്ളിനെ. അപ്പൊ പുള്ളി പറഞ്ഞ ആ അയ്യോ, അങ്ങനെ ഞാൻ പുള്ളി അങ്ങനെ വിളിച്ച് ഇതാക്കിയൊന്നുമല്ല. സംസാരിച്ചു. അത് പറയണം, അത് ലൈവിൽ പറഞ്ഞിട്ട് അത് വിട്ടേര്. അതൊന്നും പറഞ്ഞത് നമ്മളൊന്നും പറയണ്ട കേട്ടല്ലോ. ഗൈസ്. നമ്മൾ പറയല്ല, പുള്ളിയുടെ ഭാഗത്തൊന്നും ഒരു മിസ്റ്റേക്കും ഇല്ല. അതിന്റെ ഇവിടെ ആവശ്യമില്ല. അത് നമുക്ക് എന്തായാലും അത് പോയി. അത് ഇനിയിപ്പോ ആ ചാപ്റ്റർ കഴിഞ്ഞു നമ്മളെ. അപ്പൊ പിന്നെ ഇവിടെ അത് തന്നെ കുറെ ഇരുന്ന് സംസാരിക്കേണ്ട ആവശ്യമില്ല നമുക്ക്. ഒരാള് പോയാൽ 100 പേര് വരും ഗൈസ്. നിങ്ങൾ ചില്ലാവും. എല്ലാരും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുള്ള വിശ്വാസത്തോടെ നമ്മൾ മുന്നോട്ട് പോകും, അത്രേ ഉള്ളൂ. That's it. എൻ്റെ ആ കഥ എന്തുവാടാ, എനിക്ക് ഞാൻ സത്യം പറഞ്ഞല്ലോ ഗൈസ്, ലിറ്ററലി എനിക്കൊരു ഗെയിം കളിക്കാനുള്ള മൂഡില്ല. പിന്നെ എന്തായാലും 5M എന്തായാലും ഞാൻ കയറുന്നില്ല. എനിക്ക് അത്രയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 5M കയറാനുള്ള മൈൻഡേ ഔട്ടായി. മയില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാക്കിൻ്റെ അടുത്ത് ചോദിച്ചോക്കെ. ഞാനത് എടാ എല്ലാവർക്കും സംഭവം പലതും നടന്നു കഴിഞ്ഞപ്പോ പറയണമെന്നുണ്ട് ഒന്നും ഗൈസ്, മനസ്സിലായ? സംഭവിച്ചിട്ടില്ല പക്ഷെ എന്നുള്ള രീതിയിൽ അതങ്ങനെ മുന്നോട്ട് പോകുന്നതാണ് എല്ലാവർക്കും നല്ലത്. എനിവേ ഞാൻ വൈൻഡപ്പ് ചെയ്താലോ എന്ന് ആലോചിക്കണേ. പബ്ജി കളിക്കുന്നുണ്ടോ ചോദിക്കില്ലല്ലോ. ഞാൻ അങ്ങനെ വിപ്സിനെ വിളിച്ചോണ്ട് വരാം. പബ്ജി എല്ലാം കളിക്കണം.
ഇല്ല RP എന്തായാലും കയറില്ല guys. നിങ്ങൾ വെറുതെ എന്നെ ഇതാക്കല്ലേ. നിങ്ങൾ എന്നെ ഇന്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഇത്രയും ഇതിലൊരു ഭയങ്കര ബാഡ് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ മുന്നിൽ നിൽക്കണ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഞങ്ങള്. അപ്പൊ ഞങ്ങൾക്ക് എത്രത്തോളം ഇതാവും. DC എന്തുവാ പബ്ജി കളിക്കാന്നുള്ളത് പൂതി കൊണ്ടല്ല, ഈ മൈൻഡ് ഫക്ക് കുറച്ചിങ്ങനെ മാറിക്കോട്ടെ എന്ന് വെച്ച് ഞാൻ ജസ്റ്റ് പറഞ്ഞത്. എപ്പിപ്പോട്ട് ഗ്യാങ് നെയിം ആണ് കളർ പബ്ജി അൺറൈറ്റ് സ്വന്തം വായിക്കാം. അല്ലാണ്ട് എങ്ങനെ വേണേലും വായിക്കാല്ലേ. റാസൂസ് എന്നായിരുന്നു കേട്ടത്. ആ ഇത് പക്ഷേ റാസൂസ് അല്ല, ഇത് ഹിഡൻ. ഇവിടെ കുറുപ്പേ ഇതിന്റെ ശരിക്കുള്ള ഹിഡൻ അർത്ഥം റേസസ് എന്നാണ്. മനസ്സിലായോ? റൈസസ് അവരെ തോൽപ്പിക്കാനാണ് ലിപ്സി പറയുന്നത്. എടുക്കണല്ലോ. മനസ്സിലായോ നിങ്ങൾക്ക്? മിക്സി എടുക്കണില്ലേ? ഇല്ലില്ല ഞാൻ. അവരെ തോൽപ്പിക്കൂ ഇല്ല, എന്നാണ് normally വിളിച്ച് എപ്പോൾ ഉദ്ദേശിക്കുന്നത്. വിളിച്ചാലും എടുക്കുന്ന അപ്പൊ ആളാണ്. ആരായിട്ടുള്ള റേസ് ആണിത്? ബർഗുണ്ടി, ഗോൾഡ്, വൈറ്റ്, ബ്ലാക്ക്. ബർഗുണ്ടിയ ഡീപ്പ് ഡാർക്ക് ഗ്രീന്, അക്വാ ഗ്രീന്, അത് ബർഗണ്ടിയുടെ വൈറ്റ്, കേസേ. ബ്ലാക്ക്, യെല്ലോ. 5 കളറാ. ഞാൻ പറഞ്ഞില്ല. ആ ബെർഗുണ്ടി ഇട്ടവരാരാടാ? ബെർഗുണ്ടി ബ്രാവോയ്ക്ക് ഒരു ഇട്ടവരാ? ഷെയ്ക്ക് confusion ഷെയ്ക്ക് പറ്റിയത്. ഷെയ്ക്ക് ഷെയ്ക്ക്. അയ്യോ, പുള്ളിക്ക് കളർ മാറിപ്പോയത് കേട്ടോ. വല്ല മെറൂണതോ വല്ല ഇടാൻ ഉദ്ദേശിച്ചായിരിക്കും. ബെർഗുണ്ടിയോ? കാട്ടാണൽ ദിൽ. ബർഗണ്ടി ഷെയ്ക്കിന്റെ ഗാൻ. ലിപ്സി എവിടെയാ നീ വീട്ടിലാ? ബെർഗുണ്ടിയോ? ചാറ്റ് ചില്ലാവും. നിങ്ങളെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഒരിക്കലും ഡിസപ്പോയിന്റ് ആവില്ല. അത് ഞാൻ തരുന്ന വാക്കാ. മനസ്സിലായത്? ഇത് സംഭവം എന്താ അത് പറഞ്ഞത്? അത് ഞാൻ ഒരു കാര്യം പറഞ്ഞ, ഒരു ഈഗോ ലെവല് ഒരു സ്ഥലത്തി കഴിഞ്ഞ് കഴിഞ്ഞാണ്ടല്ലോ, നമ്മൾ പിന്നെ നമുക്ക് എത്ര എന്തൊക്കെ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല. പ്രത്യേകിച്ച് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ക്വാർട്ടർ ഇതേമാതിരി ഒരു ലൈവ് ഇട്ടീന്, ഐ എം നോട്ട് ഫോർ സെയിൽ എന്ന് പറഞ്ഞാണ്ട്. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ കളിച്ചത് MRCയിലാണ്. അതൊക്കെ അങ്ങനത്തെ ആ ഒരു എക്സ്ട്രീം ലെവലിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഡിസപ്പോയിന്റഡ് ആവില്ല. അത് ഞാൻ തരുന്ന വാക്ക. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇത് വളരെ വളരെ ബുദ്ധിപൂർവ്വം പുള്ളി ചെയ്യാൻ നോക്കിയ ഒരു കാര്യം അത്. ആരാണ്? ഓൾറെഡി ചെറിയൊരു ബെർഗുണ്ടി എന്താന്ന് മനസ്സിലായത്? നോക്കി. എന്നെ നോക്കുന്നതായിരിക്കും. ബെർഗുണ്ടി റെഡ് ചോദിച്ചപ്പോ ഒരുപാട് ഗ്യാങ്ങുണ്ട്, നടക്കൂല കിട്ടൂല എന്ന് പറഞ്ഞതിന്റെ പേരില് റെഡ് അല്ലല്ലോ, ബെർഗുണ്ടി അല്ലേ? ബ്രാവോ. കള്ള സണ്ണി കുട്ട. ലിപ്സി പുറത്താന്ന്. ജോഷുവ, ചാൾഡ് ഡേവിസ്, ഇക്കുറു, സക്കായിട്ടൊക്കെ ഇതിൽ ആർക്കും ഒരാൾക്ക് അണ്ടർഏജ് ആയിരുന്നല്ലോ. ആരായിരുന്നത്? അതൊരു വെരിഫൈ ചെയ്യട്ടെ. അതേപോലെ ഇതിന്റെ അകത്ത് ഇത് അണ്ടർഏജ് ആണ് ഇവൻ. ഏതാ? കരിമീൻ കേട്ടോ. ഇവൻ അണ്ടർഏജ്. ചെക്ക് ചെയ്തേക്കണം. ചെക്ക് ചെയ്തിട്ട് കൺഫേം ചെയ്ത്. കാരണം ഇവന്റെ കൂടെ പഠിച്ചൊരുത്തം വന്നാ കംപ്ലൈന്റ് ചെയ്ത്. അവസ്ഥ നോക്കണേ, ഓരോരോ അവസ്ഥ നോക്കണേ. അതായത് ഇവിടെ ഇവിടെ ഏതൊരു ഇവന്റെ കൂടെ പഠിക്കുന്നിടത്തില്ല. നോക്കാം, നമുക്ക് നോക്കാം. എല്ലാം നിങ്ങൾ പറയുന്ന പേരുകളൊക്കെ എനിക്ക് കാണാം. പക്ഷെ ഇവൻ എന്റെ കൂടെ പഠിക്കുന്നവനാ, ഇവൻ അണ്ടർഏജ്. റിക്രൂട്ട്മെന്റിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞില്ലേ, നമ്മളായിമേ അത്ര ഇരുന്നിട്ടില്ല. നമ്മളാകെ 2 ആൾക്കാരെ അത്ര നമ്മൾ മൈൻഡിൽ കയറ്റിയിട്ടുള്ളായിരുന്നു. അത് ബാക്കി 3-4 ആൾക്കാരോട് നമ്മൾ സംസാരിച്ചിട്ട് പോലും ഇല്ല. പ്രപ്പോസൽ മിയ ഖലീഫ. കൺഫേം ചെയ്ത്. കാരണം ഇവന്റെ കൂടെ പഠിച്ചൊരുത്തം വന്നാ കംപ്ലൈന്റ്. അവസ്ഥ നോക്കണേ, ഓരോരോ അവസ്ഥ നോക്കണേ. അതായത് ഇവിടെ ഇവിടെ ഏതൊരു ഗ്യാങ് കളിക്കുന്ന ഒരാള് ഇവന്റെ കൂടെ പഠിക്കുന്നിടത്തില്ല. അവൻ അണ്ടർഏജിന് നമ്മള് എടുത്ത് കളഞ്ഞ്. അപ്പൊ അവൻ വന്നിട്ട് പറഞ്ഞു ഇവൻ എന്റെ കൂടെ പഠിക്കുന്നവനാ, ഇവൻ അണ്ടർഏജാണ്, ഇവന് 17 വയസ്സേ ഉള്ളത്. ഇത് ചെക്ക് ചെയ്ത് എന്തുവാ എന്താ എന്റെ ചാനൽ എന്തുവാ? നോ ചിൽ നോ ദിസ് ടൈം ഇറ്റ് വാസ് അലക്സ്. ഞാൻ കാര്യം പറയട്ടെ, അലക്സിനെ റിക്രൂട്ട് ചെയ്യുന്നതിന് മുമ്പും അലക്സ് അത്ര വലിയ OP അല്ല. മനസ്സിലായോ? അത് ഓരോരുത്തരുടെ ഈഗോ. 1 ഓഫ് ദ ബെസ്റ്റ് ആവണം, ടോപ്പ് നമ്പർ 1 ആവണം എന്ന് പറഞ്ഞ് ഇരുന്ന് ഗ്രൈൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോരുത്തരെ ഇൻഡിവിജ്വൽ തോട്ടാ. സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാന്ന് പറയുന്നത് ട്രെയിനിങ്ങിലും പ്രാക്ടീസിലൂടെയാണ്. എല്ലായിടത്തും അങ്ങനെ തന്നെ. ഇപ്പം ഈവൻ തോ ഞാൻ 24 hour TDMൽ ഇരിക്കാൻ റെഡി ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 1 ഓഫ് ദ ഒരു ബെസ്റ്റ് PvP ആക്കാൻ എനിക്ക് കഴിയും. അത് അങ്ങനെയാണ്, എല്ലായിടത്തും അങ്ങനെയാണ്. പിന്നെ കുറേ പേർക്ക് മൈൻഡിൽ ഓൾറെഡി ഗെയിം സെൻസ് ഉണ്ടാവും, കുറേ കാര്യങ്ങളുണ്ടാവും. ഈ ഗെയിമേഴ്സ് എന്നുള്ള ഒരു സംഭവത്തിൽ അങ്ങനെയാണത് ആക്ച്വലി. അത് ഗെയിമിൻ്റെ ഏതാണെന്നുണ്ടെങ്കിലും നിങ്ങളൊന്ന് ആലോചിക്കുക, ഫുട്ബോൾ ആണെന്നുണ്ടെങ്കിലും ക്രിക്കറ്റ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം അങ്ങനെ തന്നെ.
അപ്പോൾ അത് നമ്മൾ ആ ഒരു രീതിക്ക് കണ്ടാൽ മതി, മനസ്സിലായോ? അലക്സ് പോയി കഴിഞ്ഞാൽ അടുത്തൊരാൾ ഇതേമാതിരി അലക്സിനേക്കാൾ ബെറ്റർ ആവണമെന്ന് ആഗ്രഹിച്ച് ഒരുത്തം ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹീ കുഡ് ബി അച്ചീവ്, അത്രേ ഉള്ളൂ. അവൻ ആർക്കും ഉറപ്പായിട്ടും ആവും. ആണെങ്കിലും ആർക്കും ആണെങ്കിലും ആവാം. ഞാൻ എക്സലാൻഡിസിൽ വരുന്ന സമയത്ത് ഇന്ന അടിച്ചിടുന്ന ആളായിരുന്നു ഉസ്മാൻ. എനിക്കൊരു ടൈം എത്തിയപ്പോൾ തോന്നി ഞാനൊരു ഗ്യാങ്ങിൻ്റെ കോ ലീഡറാണ്, ഞാൻ ഇങ്ങനെ നിന്നാൽ പറ്റൂല, എനിക്ക് ഇതേപോലെ എല്ലാ വാറിലും പ്രീ വാറിലൊക്കെ ഇറങ്ങണം എന്നുള്ള രീതിയിൽ ഞാൻ ഗ്രൈൻഡ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇതേപോലെ ഈ പറയുന്ന ഉസ്മാൻ എന്നല്ല, അത്യാവശ്യം കുറേ പേരായിട്ട് ഞാൻ ഇതേമാതിരി പിടിച്ചു നിൽക്കാൻ തുടങ്ങിയത്. ബോസ് 999, താങ്ക് യു ഫോർ ദ 500 കിക്ക് പോയിന്റ്സ് ബ്രദർ. ദിസ് ഈസ് RG7, വി വിൽ ബിൽഡ് ഇറ്റ് ബ്രിക്ക് ബൈ ബ്രിക്ക്. അത്രേ ഉള്ളൂ. മീൻസ് ലോട്ട് ബ്രോ, നിങ്ങൾ കുറച്ച് ആൾക്കാർ നമ്മൾ കൂടെ ഉണ്ടായാൽ മതി, നമുക്കത് ആ ഒരു സപ്പോർട്ടായിട്ട് ഉണ്ടായാൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകും. നിങ്ങളാരും ഡിസപ്പോയിൻറ്റഡ് ആവില്ല, അതെനിക്ക് പറയാനുള്ളൂ. മയിലും അടുത്ത് വൈ ആൾവേസ് അസ്. നിങ്ങൾ പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഇത്ര ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? നിങ്ങളിത് ഇങ്ങനെ നമ്മൾ അത്രയും നെഞ്ചിലേറ്റ് നടക്കുന്ന നിങ്ങൾക്ക് ഇത് ഇത്ര ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫാമിലി ആയാണ്ട് കഴിയണ നമുക്ക് എത്ര അവസ്ഥ ആലോചിക്കാണ്. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയില്ല കഴിച്ചു, നിങ്ങൾക്ക് അത് ഒരിക്കലും റിലേറ്റ് ചെയ്യാൻ കഴിയില്ല. ശരിക്കും മണി ടോക്സ് എവിടെയാണോ? മണി ടോക്സ് ഇപ്പോൾ നമ്മൾ വിട്ടു. അതിപ്പോൾ ഇനി MRC ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ഒരു സാധനം കൊണ്ടുവന്നീനു. ഇനിയിപ്പോൾ അത് അവർ ക്യാരി ഫോർവേഡ് ചെയ്യുമോ എന്നുള്ളത് അറിയില്ല. നമ്മളെന്തായാലും അത് ക്യാരി ഫോർവേഡ് ചെയ്യുന്നില്ല, പർച്ചേസ് ആണെങ്കിലും. പക്ഷെ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ MRC അതൊരു വേറെ ഒരു വൈബായിരുന്നു ആക്ച്വലി. നമ്മൾ ആ ഒരു ജേണി അതിനൊരു ഒരു ഒരു എന്താ പറയുക, ഇതിനൊരു ടൈലൻ്റ് എന്ന് പറയുന്നത് അതിനൊരു ഒരു നല്ലൊരു സ്റ്റോറി ഉണ്ടായിരുന്നു ആക്ച്വലി. അതിന് നമ്മൾ സ്ട്രഗിൾ ചെയ്ത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ കുറേ ഫ്രണ്ട്ലി ആവാൻ നോക്കി, ഷോർട്ടായിരുന്നെങ്കിലും അടിപൊളിയായിരുന്നു. ഒരു ബെസ്റ്റ്. പ്രണവിൻ്റെ ഡിസ്പ്ലേ പോയി ലാപ്ടോപ്പിൻ്റെ. പ്രണവിൻ്റെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ അലക്സിനെ ഓൾറെഡി PC ഒക്കെ അഡ്വാൻസ് ഒക്കെ കൊടുത്ത് നെക്സ്റ്റ് വീക്കിൽ PC ഒക്കെ റെഡിയാക്കി ആയിരുന്നു. ഇനിയിപ്പോൾ എന്താ കാട്ടേണ്ടത്? അതൊക്കെ എനിക്ക് കുറേ കാര്യങ്ങൾ ആലോചിച്ചാൽ എനിക്ക് കുറേ തലപ്പിരാന്ന് വരും. സ്റ്റോപ്പ് വാച്ചിങ് RP ബൈ മിഥുൻ ബ്രോ. വൈ? നമ്മളൊക്കെ ഇവിടെ അല്ലേ? ചിൽ ഗൈസ്, നോക്കാം. നിങ്ങൾ അലക്സിനെ കണ്ടിട്ടാണോ RP കാണാൻ തുടങ്ങിയത്? എന്നെക്കാളും വലിയ വിഷമമായിരുന്നു നമ്മൾ അതിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴുണ്ട്. അതെല്ലാം ഓക്കെ ചെയ്തു. സത്യം പറഞ്ഞാൽ മാലിക് ഇതൊന്നും അറിഞ്ഞിട്ട് പോലും ഇല്ല കേട്ടാ. ഇല്ല, മാലിക്കിനെ മെസ്സേജ് അയച്ചു കുറച്ചേരം മുമ്പ്. ഞാൻ അലക്സ് എന്നെ വിളിച്ചാണ്ടാണ് ആദ്യം കാര്യം പറയണത്. ഞാനാണ് ആക്ച്വലി മാക്കിനെ വിളിച്ചിട്ടും പിന്നെ കുറുപ്പിനെ വിളിച്ചിട്ടും കാര്യം പറയണത്. പിന്നെ അതിന് ശേഷം ഞാൻ ഒക്കെ കഴിഞ്ഞ് വേറെ കുറേ കോളുകളിലൊക്കെ ആയി. ഇത് എന്താ ഇതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളതൊക്കെ അറിഞ്ഞു വന്നപ്പം അത് അതിലാറെ പിരാന്തായി. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ ബിലാലിനും മാലിക്കിനും മെസ്സേജ് കാര്യങ്ങൾ പറഞ്ഞു. അതൊക്കെയാണ് പ്രശ്നം, മനസ്സിലായോ? നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള കാര്യങ്ങളൊന്നും വിളിച്ച് കഴിഞ്ഞാണ് എനിക്ക് ഈഗിളിനെ വിളിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് വിളിക്കണ്ടായിരുന്നു, ഇതൊന്നും അറിയണ്ടായിരുന്നു, ഇങ്ങനെ തന്നെ ഇരുന്നോട്ടായിരുന്നു എന്ന് വിചാരിച്ചു പോയി സത്യം പറഞ്ഞു. വിട് ഇനി അതിനെപ്പറ്റി സംസാരിക്കണ്ട. സക്കായി ഉണ്ട്. സക്കായി നല്ലൊരു പൊട്ടൻഷ്യലുള്ള നല്ലൊരു പ്ലെയറാണ്. പക്ഷെ എനിക്ക് പറയാലോ, ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിശ്വാസം പോരാ ഇപ്പൊ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളൊരു സ്റ്റേജ് അങ്ങനെയാണ്, നിങ്ങൾക്ക് റിലേറ്റ് ആവില്ല. കർമ്മ ഹിറ്റ്സ് എന്താ? കർമ്മ ഹിറ്റ്സിന് അങ്ങനെ KS1 bro, thank you for the 500 kick points. Day by day, step by step, brick by brick is how you win. Okay. ഗ്യാങ് ഫോം ആയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. കുറേയൊക്കെ ഗ്യാങ് ഫോം ആവണം. ഫോം ആയിട്ട് അടിച്ച് മുന്നേ വരണം. അപ്പം കുറേയൊക്കെ പേരെ കോൺഫിഡൻസും കുറേ പേരെ കോൺഫിഡൻസ് പോവും, കുറേ പേരെ കോൺഫിഡൻസ് കൂടും. അന്ന് തീരുന്ന പ്രശ്നമേ ഉള്ളൂ. നോക്കാം. വി വിൽ ട്രൈ ഹാർഡ്. നമുക്ക് ബെസ്റ്റ് ആക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നോക്കാം.
അല്ല ശരിക്കും നമ്മളിവിടെ ബാക്കി സ്ലോട്ടിലെല്ലാം മാക്സിമം PvP പ്ലേയേഴ്സിനെ സെറ്റ് ചെയ്ത് എടുക്കും എന്നുള്ള ഒരു മൈൻഡിലായിരുന്നു. ഇപ്പൊ ഇനി മുന്നോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മുടെ ഗ്യാങ് ഉറപ്പായിട്ട് നമ്മൾ ടോപ്പ് ലെവലിൽ എത്തിച്ചിരിക്കുക. അതിപ്പോ എത്ര സമയം എടുത്തിട്ടാണെങ്കിലും എല്ലാരും ഇപ്പൊ ഇവിടെ ഉള്ള ഗ്യാങ്ങിലുള്ള 24, 25 മെമ്പേഴ്സും ഒരേ കണക്കാണ് പോകുന്നത്. അപ്പൊ അവരെല്ലാരും പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, സിറ്റി കയറി ആക്റ്റീവായി നമുക്ക് മുന്നോട്ട് പോകണം. എല്ലാരും പറയുന്ന ഇത് തന്നെയാണ്. അപ്പം ഇനി വരുന്ന മെമ്പേഴ്സ് ആണെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കൂ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പം വേറെ എന്ത് പറയാൻ ഷേക്ക് എന്ത് പരിപാടി? ഇനി PUBG കളിക്കുന്ന, ലൈവ് നിർത്തുന്ന? ലൈവ് എന്ത് ചെയ്യടാ, പോയിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് വേറെ വല്ല പരിപാടി ഒന്നും നോക്കാം പറയില്ല. നാളെ. സത്യം പറഞ്ഞാ താല്പര്യമില്ല, അതാ ഇന്നിപ്പോ കളിക്കാനൊന്നും ഒന്നിനും മൂടില്ല. ഞാൻ ലൈവ് വരണ്ടാന്ന് കരുതാ, പിന്നെന്താ വെച്ചാ വരാന്നിട്ട് എന്താ, നമ്മളിങ്ങനെ ബാക്ക് ഓഫ് ചെയ്താണ്ട് നിൽക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാന്ന് തോന്നിയതുകൊണ്ടാണ് വന്നത് പോലും. ആക്ച്വലി ഇല്ലാന്നുണ്ടെങ്കിൽ വരൂല. എന്റെ വൈഫൈ എക്സ്റ്റൻഡർ നാളെ കിട്ടും. ഞാൻ PUBG നാളെ ഡെയിലി ലൈവ് ഉണ്ടാവും. വൈ PUBG ബ്രോ? മാരിനെ വിളിച്ച് PUBG കളിച്ചാലോ? ഇപ്പൊ മാരി കണ്ടോ എന്ന് നോക്ക്, ഞാൻ മെസ്സേജ് അയച്ചു. അല്ലാത്തപ്പോ PUBG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുപ്പട ടീംസ് ഒക്കെ. മാരി ആരും കളിക്കട്ടാ. മാരിനെ ഞാൻ മെസ്സേജ് അയച്ചു. ഞാൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, അനാവശ്യ വള്ളികളിലൊന്നും പോയി ചാടരുതിട്ടാന്നുള്ളൊരു രീതിയിൽ. ഇല്ല ശരിക്കും ഒരിക്കലും ഇല്ല എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചു. എന്താ അവസ്ഥ അറിയില്ല. PUBG കയറി ബോസേ, PUBG ചെയ്യണടാ, എന്തൊരു കഷ്ടമാണ്. എനിക്കൊരു മട്ടം കിട്ടുന്നില്ല. മാരി വിളിച്ചാനടാ, മേക്കെ എല്ലാരും മാരി മാരി എന്ന് പറയുന്നത്. ഞാൻ വിളിക്കുന്നു. ഫ്ലഫീനെ വിളിച്ചിട്ടുണ്ട്. വിളിച്ചിട്ടുണ്ടോ? വിളിക്കുന്നു. ചക്കേ ലൈവ് ആണോ നീ? ബാ PUBG കളിക്കാം. ഓ, ബ്ലേക്ക് എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു അല്ലേ ഡിസ്കോഡിൽ, ഞാൻ എന്ത് കണ്ടില്ലായിരുന്നു. എന്താ കളിച്ചോണ്ടിരിക്കുന്നു? കുഴപ്പമില്ല. ശരിക്കും വിളിക്കുന്നു നിന്നെ PUBG കളിക്കാൻ. ടെൻഷനാണ് കുറിപ്പേ. ഇത്ര എത്തിയത് എങ്ങനെയൊക്കെയാണ് എന്ന് അറിയാലോ കാച്ചി. ഇനിയും അങ്ങോട്ടും അങ്ങനെ തന്നെ. അത്രേ ഉള്ളു ബ്രോ. ഫാബ്രോ അത്രേ ഉള്ളു. അവന്റെ മാച്ച് ഇപ്പൊ കഴിയാതെ. ഏത് മാച്ചാ അവൻ എന്തോ കളിക്കുന്നേ? PUBG തന്നെ. PUBGയിലുണ്ട്. ആ PUBG ബിട്രയലൊന്നും പറയാനില്ലടാ, അവൻ live ആണ്. പക്ഷെ അത് നിങ്ങൾക്ക് മനസ്സിലാവില്ലടാ. നമ്മളങ്ങനെ ഇരുന്ന് എല്ലാം കൊണ്ടുവന്നിട്ട് ഒരു വിഷമമുണ്ട് guys നമുക്ക്. വിഷമാന്ന് മനസ്സിലായോ? അതെന്താ പക്ഷെ ഞമ്മക്കുണ്ടല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്ന് ഇടയ്ക്കിടയ്ക്ക് അവരാധിക്ക ഇങ്ങനെ ബാക്കിയുള്ള പറയാൻ ആൾക്കാരെ പോലെ. ഓരോരുത്തർ പോകുമ്പോഴും ഓരോ ഗ്യാങ്ങിലും ഓരോരുത്തർ പോകുമ്പോൾ അല്ലെങ്കിൽ ഓരോരുത്തർ ചെയ്യണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്ന് അവരാധാ. പക്ഷെ നമ്മളത് ചെയ്തിട്ടില്ല, മനസ്സിലായോ? നമുക്കതിന് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഉണ്ടായിരിക്കുന്നത്. ഫിഗോ ബെറ്റർ. ആരാ ഫിഗോ? ലൂയിസ് ഫിഗോ എന്താണ് മറ്റേ പിന്നെ പോർച്ചുഗലിന്റെ കളിക്കാരനല്ലേ ഫിഗോ? ഫിഗോ മറ്റേ ക്ലബ് മാറിയത്. എന്തെല്ലാം എക്സാമ്പിൾസ് അല്ലേ. തൂക്കി ചുവന്ന കരങ്ങളോടെ തൂക്കി. നോക്കണ്ട guys, കുറച്ച് പേരെന്തായാലും ഇപ്പം നമ്മൾ ഉമ്പി എന്നുള്ള രീതിയിലെല്ലാം വരുന്നുണ്ടാവും. അതൊന്നും നോക്കണ്ട, മൈൻഡ് ചെയ്യണ്ട. അവന്മാർക്ക് വലിയൊരു ഇതൊക്കെ ആയിട്ട് ഇപ്പൊ തോന്നും. എവിടെ മാരി ഉണ്ടോ? PUBG കയറിയ കുറച്ചു നേരം. എന്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ 70% ആയി PUBG. കുറുപ്പ് ഓക്കെ അല്ലേന്നോ? കുറുപ്പ് ഓക്കെ ആണോടാ കുറുപ്പേ? കുറുപ്പ് ഒക്കെയാണ്. കുറുപ്പിന് എന്തൊരു സങ്കടം. കുറുപ്പ് ഒക്കെയാണ്. ആണോ? യെസ് PUBG കളിക്കാം. വാ, 2 വെടി വെക്കാം നമുക്ക്. ശരി ഞാൻ കേറുന്നു.
എനിക്കാണെങ്കിൽ വാട്സാപ്പ് തുറക്കാൻ വയ്യ. ഒരു ലോഡ് മെസ്സേജ് തന്നെ. എനിക്ക് കോളുകൾ വന്നോണ്ടിരിക്കണം. ഞാൻ ഓഫാക്കി. ഞാൻ വാട്സപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തു കുറച്ച് നേരത്തേക്ക്. പിന്നെ ഇൻസ്റ്റാൾ ചെയ്യാം. എനക്കും ഉണ്ട് കുറേ ഷെയ്ക്ക് മെമ്പേഴ്സ് മെസ്സേജ് അയക്കണേ. എല്ലാവരും ഇപ്പോഴാണ് അറിയുന്നത്. നമ്മളെ ഗാങ്ങിലുള്ള ആൾക്കാർ പോലും ഇപ്പോഴാണ് അറിയുന്നത്. അതാണ് മെയിൻ പ്രശ്നം. ഞാൻ അവന്മാരത്ത് എന്തിനു പറയാൻ. ഞാൻ വെബ്സീരി എടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് വെബ്സീരി പക്ഷേ ഞാൻ പറയട്ടെ ഗൈസ്, അലക്സിനവിടെ നിർത്താൻ വേണ്ടി ഞാൻ സംസാരിച്ചിട്ടില്ല. ഞാൻ അലക്സിനോട് നീ നോക്കിയിട്ട് എന്താ വെച്ചാൽ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോ, ഇവിടെ 100 ഇട്ട് കണ്ട് നിനക്ക് കളിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരില്ല, പോകണം എന്നുള്ള മൈൻഡ് സെറ്റ് വന്നാണെങ്കിൽ നീ പൊയ്ക്കോന്ന് തന്നെ ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ പറയാ, അലക്സിനെ ഏറ്റവും കൂടുതൽ ഇവിടെ പിടിച്ചു നിർത്താൻ നോക്കിയത് നോക്കിയാണ്. സീരിയസ്ലി നോക്കിയ കുറേയൊക്കെ അവനെ വിളിച്ചാണ്ട് എന്തെല്ലോ ട്രൈ ചെയ്തു. പക്ഷേ അവൻ ഡബിൾ മൈൻഡായി പോവാണെന്നുള്ള രീതിയിലാണ് നോക്കിയ പറഞ്ഞത്. അത് പറയണ്ട, അത് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ഇനി അതിന് നാളെ അതൊരു കോൺട്രവേഴ്സി ആവും. എനിക്ക് വെച്ചാൽ കോൺട്രവേഴ്സികളൊന്നും നമുക്ക് തലമ വെക്കാൻ താല്പര്യമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നോക്കിയൊന്നും അങ്ങനെ ഇട്ട് പോലെ കഴിച്ച്, നോക്കിയക്കൊക്കെ അത്രയും ഒന്നുമില്ലാത്ത സമയത്ത് നോക്കിയതിനൊക്കെ നമ്മൾ അങ്ങനെ കൊണ്ടുവന്നു എന്നുള്ളൊരു കൺസിഡറേഷൻസ് നോക്കിയൊക്കെ ഉണ്ട്. ആ ഗ്യാങ് ഡിസ്മാൻഡിലായപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ വന്ന് ഓനാ വൈഫൈ എടുത്ത് കൊടുത്ത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓനൊരു വൈഫൈ ആകെ 2500 റുപ്യേൻ്റെ വൈഫൈ ആണ് ഞാൻ ആദ്യം ഓനാകെ എടുത്ത് കൊടുക്കണത്. ആ ഒരു വൈഫൈൻ്റെ പേരും പറഞ്ഞുകൊണ്ടാണ് ഓൻ ഇവിടെ നിന്നിരുന്നത്. ഇതിൽ വേറെ ഇതേപോലെ ഓന് വേറെ വിളി വന്നിട്ട് പോലും ഓൻ പോയിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഓൻ്റെ ഒപ്പം ഉള്ള ആൾക്കാർ ഇപ്പോൾ പല ഗ്യാങ്ങിലും കളിക്കുന്നുണ്ട്, എന്നിട്ട് പോലും അവിടെ നിന്നൊക്കെ വിളി വന്നിട്ട് ഓൻ അതേമാതിരി പോയിട്ടില്ല. അവർ വിളിച്ചിട്ടോ. ഇനി ഞാൻ ഇതേമാതിരി നിങ്ങൾക്കറിയാം, ഒബ്വിയസ്ലി ഓൻ്റെ കൂടെ കളിച്ച ആൾക്കാർ കെ വിയിലും ടി വിയിലാണ് കയറിയത്. ഇനി കെ വിയും ടി വിയും വിളിച്ചു എന്ന് ഞാൻ പറയണില്ല, വിളിച്ചിക്കണമെന്നൊന്നും എനിക്കറിയില്ല. ഇതേപോലെ അവൻ്റെ ഒപ്പം കളിച്ച പ്ലേയേഴ്സ് ഇതേമാതിരി വിളിച്ചിട്ട് അവൻ പറഞ്ഞത് ഇല്ല, ഇതേപോലെ ഇവിടെ കയറി ഇനി എന്തായാലും മാറ്റൂല, സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുകയാണെന്നുള്ള രീതിയിൽ ഓൻ നിന്ന പ്ലെയറാണ് നോക്കിയ. പറയുമ്പോൾ ഓൻ ആകെ ഒരു 2500 റുപ്യേൻ്റെ വൈഫൈ വാങ്ങിക്കൊടുത്ത്. ആ ഒരു കമ്മിറ്റ്മെൻറ്റ് എന്തായാലും സ്റ്റിൽ ഓൻ ഇവിടെ നിൽക്കുമ്പോൾ ഓനുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം, അത് നമുക്കത് അനുഭവത്തിൻ്റെ പുറത്ത് പറയാം. ഇപ്പം ഇന്നാണെന്നുണ്ടെങ്കിൽ പോലും ഞാൻ പറഞ്ഞില്ലേ, ട്രൈ ഹാർഡാ ഓൻ അലക്സിനെ ഇവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി ഏറ്റവും കൂടുതൽ ട്രൈ ഹാർഡ് ചെയ്തത് ഓനാ. കാരണം ഓൻ ഈ ഗ്യാങ് ഒരു ബെസ്റ്റ് ആക്കണം എന്നുള്ളത് നമ്മളെ പോലെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു പ്ലെയറും കൂടിയാണ് നോക്കിയ. ബട്ട് ഡോണ്ട് ട്രസ്റ്റ്. അയ്യോ എനിക്കറിയില്ല, അയ്യോ ആരും നമ്പാൻ പറ്റുന്നില്ലടാ, അതാണ് പ്രശ്നം. മനസ്സിലായ? വിശ്വാസം അതല്ലേ അല്ല. ഞാൻ അതാ പറഞ്ഞത്, ഈ ഒരു സാധനം വിശ്വസിക്കാൻ പറ്റൂല നമ്മള്. അതാ ഇരുന്നോട്ടെ. എനിക്കിപ്പോ എന്റെ നെറ്റിനെ പോലെ വിശ്വാസമില്ല. ഇപ്പൊ 18 MB കാണിച്ചിട്ട് ഇപ്പൊ 8 MB ആരെ വിശ്വാസമില്ലെങ്കിലും ബ്ലേക്കിനെ വിശ്വസിക്കാം. അപ്പ നെറ്റ് താഴപ്പോ. ഷെയ്ക്ക് ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് സംഭവിച്ചത്, അതുകൊണ്ടാണ് ആർക്കും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ് ഗൈസ്. ഞാൻ ഈ അലക്സ് സജസ്റ്റ് ചെയ്തൊരു പ്ലെയർ ഉണ്ടായിരുന്നു, ഇന്ന് അവനോട് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇന്ന് ഉച്ചക്ക് വരെ എനിക്ക് വിളിച്ചിട്ടുള്ളൂ. ഉച്ചക്കല്ല, 3 മണി 4 മണിക്ക് എന്തോ ആണ് വിളിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു കുറുപ്പിനോട് ബിലാലിനോട് സംസാരിച്ചൊക്കെ ഞാൻ പുറത്താണ്, ഓരോട് സംസാരിച്ചാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞിട്ട് ഞാൻ രാത്രി വന്നിട്ട് സംസാരിക്കാമെന്നും പറഞ്ഞു. അതാണ് ഇന്നിപ്പോൾ അലക്സിനായിട്ട് ആദ്യം ഉണ്ടായ കോള്. കഴിഞ്ഞ അടുത്ത കോള് വിളിക്കുന്നത് ഷെയ്ഖ് ബ്രോ ഇങ്ങനെ പോവുക എന്നുള്ളൊരു മൈൻഡ് ഉണ്ട്, ഭയങ്കര ഇതാണ് അതാണ് എന്നൊക്കെ പറഞ്ഞപ്പം. അപ്പോൾ എൻ്റെ അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കണം. മനസ്സിലായോ? എവിടെ മാരി ഉണ്ടോ? ഞാൻ കേറി. നന്ദു ഉണ്ടല്ലോ, നീ എവിടെ ഇതില്? നന്ദുണ്ട്. ഞാൻ നിങ്ങൾ ഏത് അക്കൗണ്ടിലാ? മറ്റേ അക്കൗണ്ടിലാണോ? MRG ഷെയ്ക്ക് അല്ലല്ലോ, ഞാൻ വന്നല്ലോ. അലക്സ് സെഡ് MRG is the worst decision no ever taken. MRG ഒപ്പീനിയൻ ചോദിച്ചത്, MRGനെ പറ്റി ഒപ്പീനിയൻ ചോദിച്ചപ്പോ അലക്സ് നോക്കിങ് MRGയോ അറിയാത്ത കാര്യങ്ങളെ പറ്റി പറയണ്ടടാ, നമ്മൾ കണ്ടിട്ടില്ല. പ്ലീസ്. ആരാധിക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു തലക്കുന്ന നമുക്ക് എന്തെല്ലാം പറയാം, പക്ഷെ നമ്മളൊന്നും ചെയ്യണ്ട. മനസ്സിലായോ? DC അൺലോക്ക്
എന്തിന് നിങ്ങൾ DC അൺലോക്ക് ആക്കി ആ ക്ലിപ്പ് കൊണ്ടുവന്നിടും കുറുപ്പേ. ഞാൻ പിന്നെ അതെ. എനിക്ക് ഓരോന്ന് പറയേണ്ടി വരും, മനസ്സിലായ? ഇല്ല അത് അൺലോക്ക് ചെയ്യണം. ഇപ്പൊ റെക്ക നീ കുറച്ചു നേരം ഞാൻ പറയുന്നത് ഷെയ്ക്ക് പറയുന്നത് ഒന്നും തൽക്കാലം ഇപ്പൊ കേൾക്കണ്ട. ദൈവത്തെ ഓർത്ത് അവന് ഇനി അത് തുറക്കാത്തതിന്റെ ഉറവിടെ ഉണ്ട്. കുറുപ്പ് പോവോ? കുറുപ്പേ നീ പോവാടാ TVയില്. കുറുപ്പ് പോയാ ചത്ത കുറുപ്പ്. ഇപ്പോഴേ പോയെന്ന് തോന്നുന്നു. ഓ, ഞാൻ ഇത്ര നേരം മൈക്ക് മ്യൂട്ട് ചെയ്തിട്ടാണല്ലേ സംസാരിച്ചോണ്ടിരുന്നത്. വാവ്. ഉം. Yes, നീ yes, yes. കുഴപ്പമില്ല, തിരിഞ്ഞു കാണും. കുഴപ്പമില്ല സ്വാഭാവികമാണ്. ഓക്കെ. ഞാനാണെങ്കിൽ കുറെ നേരം കൊണ്ട് റിപ്ലൈ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നതിനൊക്കെ ഷെയ്ക്കും തിരിച്ചു പറയുന്നു. അപ്പൊ ഞാൻ ഇപ്പൊ അതല്ലേ സംസാരിച്ചോണ്ടിരുന്നത്. ഇല്ല, നമുക്കൊന്നും കേൾക്കുന്നില്ലായിരുന്നു. ഇല്ല, മ്യൂട്ട് ഒന്നും ആയിരുന്നു, പറയണ്ട, മാറ്റിയതേ ജസ്റ്റ് ഉള്ളൂ. കണ്ടാ മതിന്നോ. എടാ അൺലോക്ക് ചെയ്താണ്. അൺലോക്ക് ചെയ്യടാ നൈസേ. ഇതെങ്ങനെ ഇത് എന്തോ എനിക്ക് പഠിപ്പിച്ചു തന്നീനല്ലോ പണ്ടാറ. ആശ് അൺലോക്കോ എന്താണ് ഇതിന്റെ കേക്കരുത് കേട്ടോ പറഞ്ഞാലേ. ചാനൽ? എന്തൊരു എന്താണ് ചാനലോ അതെന്താന്ന്? ഷെയ്ക്ക് കാണുന്നത് ആവശ്യമില്ലാത്തതാണെങ്കിൽ കണ്ടിട്ട് അതേപോലെ കളയണം. മനസ്സില് കേട്ടല്ലോ, നമ്മള് റിയാക്ട് ചെയ്യരുത്. അല്ല എന്താന്ന് കാണണല്ലോ. സ്ക്രീൻ ഷെയർ ചെയ്യുമോ? സ്ക്രീൻ ഷെയർ എടാ അൺലോക്ക് ആയോ നോക്കിയാണ്. കുറിപ്പ് എനക്ക് അറിയില്ലട്ടോ ഇത് അൺലോക്ക് ആയിക്കണോന്നുള്ളത്. എടാ ഇതിന്റെ ആൾക്കാരാരാ? ഇതൊന്ന് തീരുമാനമായി കാട്ടിയാണ്. ഇത് എങ്ങനെ ഇത് ചെയ്യണ്ട്? ആ എമിക്സ് അൺലോക്ക് ചെയ്തു. എത്ര ആളാണ് അൺലോക്ക് ചെയ്തത്? എന്റെ ലൈവ് ഒന്ന് എടുത്ത് നോക്കിയിട്ട് ഡിലേ ഉണ്ടോ നോക്കി പറഞ്ഞേ. റാസിയോസ് ഗോഡ്സ് ഓഫ് ദ സൺ ആൻഡ് സ്കൈ എ ബാറ്റിൽ ഓഫ് ഡിവൈൻ പവർ. Ra, the Egyptian god, Egyptian mythology. Zeus, the Greek king of gods. അതന്നെ. അലക്സ് ടു ടി. ഞാൻ അപ്പുറത്ത് ഷെയ്ക്കിന്റെ ലൈവിൽ ഞാൻ തന്നെ അല്ലേ വർത്താനം പറഞ്ഞോണ്ടിരുന്നത്. ഞാൻ ഇവിടെ ലൈവ് ഇട്ടപ്പോ എന്റെ ലൈവ് വന്നിട്ട് അലക്സ് ടു TV എന്ന് പറഞ്ഞാൽ എനിക്കതൊരു പുതുമയുള്ള കാര്യമല്ല. മനസ്സിലായോ? നിങ്ങൾ അറിയുന്നതിന് മുമ്പ് അമ്മ അറിയില്ല എന്തായാലും. ഇതെന്താ ശരിക്കും? ഇവിടെ ഞാൻ ഇവിടെ ലൈവ് ഇട്ടപ്പോഴത്തേക്ക് ഇവിടെ വന്നിട്ട് അലക്സ് പോയല്ലോടാ, അലക്സ് കുറുപ്പ് പോകുന്നതാ കുറുപ്പേ. ഞാൻ ഇത് തന്നെ പറയുള്ളൂ. ഞാനോ? കുറുപ്പേ ഹലോ, നിനക്ക് എവിടെയും പോണോ കുറുപ്പേ? ഇല്ല ഷെയ്ക്ക്, ഞാൻ എന്തായാലും ഇനിയിപ്പോ എന്റെ പേരിൽ എന്തായാലും പർച്ചേസിന്റെ ഇതൊന്നും പോയില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇവിടുന്ന് ഞാൻ എല്ലാരോടും പറഞ്ഞ ഒരു കാര്യമാണ്. ഇവിടുന്ന് പോകുന്നെങ്കിൽ ഞാൻ കളി നിർത്തത്തേ ഉള്ളെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. GTA ആണ് നിർത്തുന്നത്, PUBG ഒന്നും നിർത്തത്തില്ല. ഞാൻ ഈ ടോട്ടേ നിർത്തില്ല. ഈ ടീം ഞാൻ ഈ ടീമിന്ന് ഷെയ്ക്ക് നിർത്തി പോകാതെ ഞാൻ എന്തായാലും നിർത്തി പോവില്ല. അല്ല ഇന്നെ നിർത്തി പറഞ്ഞേക്കാൻ കൊറേ പേര് ട്രൈ ആഡ് ചെയ്യുന്നുണ്ടല്ലോ. നീ കേട്ടല്ലേ ഇപ്പൊ ഇന്ന്? മാക്ക് കേട്ടല്ലേ? അതിലൊക്കെ എനിക്ക് നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തന്നെ എനിക്ക് പറയാനുള്ളൂ, മനസ്സിലായോ? വെറുതെ അലിഗേഷൻസ് കൊണ്ടുവരാന്നല്ലാതെ ഒരു അണ്ടിയും നമ്മൾ തെറ്റിയെടുത്തോടത്തോളം കാലം നമുക്കറിയാം. എവിടെ എന്ത് രണ്ടി വെറുതെ ഈ ഇതിങ്ങനെ കാത്തിരുത്തിയിട്ട് ഇവിടെ ഒരു തേങ്ങയും വരുന്നില്ലല്ലോ. എവിടെ അപ്പൊ മാരി ഇല്ല? മാരി ഒഴിഞ്ഞോ? അല്ല അവിടെ അപ്പാപ്പനുമായിട്ട് ലൈവ് ആണ് പോലും മാരി. ആ ഓക്കെ കളിക്കട്ടെ. കോൾ നോക്കിയ എന്തിന്? നോക്കിയ PUBG കളിക്കാറില്ലല്ലോ. നോക്കിയ PUBG കളിക്കാറില്ല. ടിവിയുടെ സെക്കൻഡ് റിക്രൂട്ട്മെന്റ് MRC ആണോ? വാസുണ്ണൻ ഒരു ഹിറ്റ് തന്നിട്ടുണ്ടെന്നോ? എനിക്കെങ്ങനെ അറിയാനാ? എന്റെ പൊന്നെ, രണ്ടാമത്തെ റിക്രൂട്ട്മെന്റ് ശരിക്കേ എനിക്കറിയില്ല കേട്ടോ. അത് നമുക്കറിയില്ല കേട്ടോ. ഫ്ലഫി വാ കേറുക. വാ. ഓ ഇത് പറയുക ഫ്ലഫി കോൾ എടുക്കുന്നില്ല. ഞാനൊന്ന് പേടിച്ചു കേട്ടോ. ഇത് ഈ ചാറ്റ് ഞാൻ ഇവിടെ വായിച്ചിട്ടേ ഞാൻ വിളിച്ചിട്ട് ഫ്ലഫി ഫോൺ എടുക്കുന്നില്ല. എനിക്ക് നോക്കിയ ബാഡ് ആയിരുന്നോ? എന്തിന് നോക്കി? എന്തിനാ ബാഡ്? ഇത് കേട്ടപ്പോ ബാഡ് ഉണ്ടോ? നോക്കി എന്തിനാടാ ബാഡ്? അണ്ടിയില്ലാത്തവന്മാരെ വെറുതെ എന്തല്ലോ പറയല്ലേ. അവനൊരു കേറ്റിയതായിരിക്കും. രണ്ട് റിക്രൂട്ട്മെന്റ് ഉണ്ടോ ടിവിയിൽ? നോക്കിയ ബാഡായി അലക്സ് പോയപ്പോൾ എന്നാണ് ഉദ്ദേശിച്ചത്. പോയപ്പോ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാവൂടാ. അപ്പൊ എനിക്ക് എത്ര പേര് മെസ്സേജ് അയക്കുന്നുണ്ട് നമ്മളെ മെമ്പേഴ്സ്? എത്ര പേര് ആരും അറിഞ്ഞിട്ടില്ല അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോയത്. ഇതിന് പകുതി ആൾക്കാർ അറിഞ്ഞിട്ടില്ല, അതറിയോ? നമ്മുടെ മെമ്പേഴ്സ് പകുതി ആൾക്കാർ അറിഞ്ഞിട്ടില്ല. പാതിയല്ല, മുക്കാല്.
അതെ, നാലും എല്ലാം നാലുപേരെന്തോ പറഞ്ഞു. ബ്ലേക്ക് എടാ കുന്നകളെ എന്തേലും ഇടാണ്ടെന്നുണ്ടെങ്കിൽ അത് കൊണ്ടുവന്നിപ്പോ ഇട്, അല്ലാതെ ആവശ്യമില്ലാത്ത വെറുതെ കൊണ്ടുവന്നിടല്. ഇതെല്ലാം നിങ്ങൾ കൊണ്ടുവന്നിടുന്നത്. ഞാൻ പറഞ്ഞതാണ് ഇത് തുറക്കണ്ട. ക്ലിപ്പ് ഉണ്ട് പറഞ്ഞിട്ട് ഒരു അണ്ടിയില്ലല്ലോ, വെറുതെ ഞാൻ പറഞ്ഞില്ലേ. എന്നിട്ട് ലൈഫിൽ എന്റെ ഏക ഒരു ബിലാലെ. aim അതാണ്. ഓൾവേസ് എക്സ്പെക്ട് അൺഎക്സ്പെക്ടഡ്. ചാർലിനെ വിളിച്ചോ നീ? ആ ബിലാൽ നമസ്കാരം. എന്തോ ഈ റിക്രൂട്ട്മെന്റ് എന്ന് പറയണത്, ഈ റിക്രൂട്ട്മെന്റ് ഇപ്പൊ കറന്റ് അങ്ങനെ ഒരു റിക്രൂട്ട്മെന്റ് പ്ലാൻ ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ പലവട്ടം നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു പ്ലെയർ ആണ്. ഭയങ്കര ഞാൻ എല്ലാ PvP സിനാറിയോസും കാണാറുണ്ട്. പക്ഷെ ഞാൻ TV-യിൽ ആരെയും പോയി അങ്ങോട്ട്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ അങ്ങോട്ട് പോയി വിളിക്കാറില്ല. കളിക്കാൻ താല്പര്യം, TV കളിക്കാനുള്ള താല്പര്യമുള്ള പ്ലേയേഴ്സ് നമ്മുടെ അടുത്ത് കോണ്ടാക്ട് ചെയ്ത് പറയുകയാണ് ചെയ്യാറുള്ളത്. മനസ്സിലായോ? അപ്പം നമ്മുടെ സേതു ആണ് എനിക്ക് അലക്സിനെ റെക്കമെൻഡ് ചെയ്തത്. കാരണം ഒരു ദിവസം 8, 9, 10 മണിക്കൂർ TDM ഗ്രൈൻഡ് ചെയ്യണ ഒരു പ്ലെയർ ആണ് ഈ അലക്സ് എന്ന് പറയുന്ന പയ്യൻ. ആൻഡ് അവന് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അലക്സിനെ നമ്മുടെ അതിനകത്തോട്ട് റെക്കമെൻഡ് ചെയ്ത സമയത്ത്, സേതു റെക്കമെൻഡ് ചെയ്ത സമയത്ത് ഇതുപോലെ അവൻ്റെ കുറേ കാര്യങ്ങളും അവൻ്റെ കുറേ കറണ്ട് സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു കാര്യമേ പറയുന്നുള്ളൂ, ഈ പറയണത് പോലെ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഗ്യാങ്ങിൽ, റെപ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ RP വൈസ് ഒന്നും അല്ല, ബട്ട് സ്റ്റിൽ ഇപ്പം നിങ്ങൾ ഈ പ്രശ്നങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗ്യാങ്ങിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു പയ്യനായതുകൊണ്ട് അവൻ്റെ വീട്ടിലും അവൻ്റെ ബാക്കിയുള്ള സ്ഥലങ്ങളിലുമൊക്കെ ഈ പറയണത് പോലെ ഒബ്വിയസ്ലി ചോദ്യം വരും. നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ പെണ്ണേഴ്സും ഡ്രഗും അതും ഇതുമൊക്കെ ഉള്ളത് കൊണ്ട് ആ ഒരു ടാഗിൽ കളിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് സെൽഫ് റെസ്പെക്റ്റ് ഉള്ള കുറച്ച് പ്ലേയേഴ്സ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? അതിലൊരു കൂട്ടത്തിൽ ഇങ്ങനെ കൺഫ്യൂസ്ഡ് സ്റ്റേജിലായിട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാരായിരുന്നു. അതിൽ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് അതിൽ ഒരാളാണ് അവൻ. അപ്പം അവന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി, നല്ലൊരു ഗ്യാങ്ങിൽ കളിക്കണം എന്ന് പറഞ്ഞു. സോ ഞാൻ ഒബ്വിയസ്ലി നോക്കുമ്പം ആക്ടിവിറ്റി വൈസ് ആണെങ്കിലും PvP വൈസ് ആണെങ്കിലും നല്ല കഴിവുള്ളൊരു പ്ലെയർ, പിന്നെ എന്തുകൊണ്ട് എനിക്ക് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തുവിടാ എന്നുള്ളൊരു കാര്യം എനിക്ക് വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു ചാൻസ് കൊടുക്കുന്നത്. ബട്ട് സ്റ്റിൽ TV-ക്കകത്ത് ഇത് റൊട്ടേറ്റ് ചെയ്ത് ഇടുക എന്നുള്ളൊരു സാധനം മാത്രമല്ലാതെ എനിക്കിത് കണ്ടിന്യൂസ് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ആൻഡ് എൻ്റെ ക്ലിയർ വിഷൻ എന്ന് പറയുന്നത്, എനിക്ക് PvP അല്ലെങ്കിൽ PvP എന്ന് ഞാൻ പറയണത് ഈ ഗെയിമിൽ ഇതിലൊന്നുമില്ലല്ലോ. അലക്സ് എന്തോ അറിയുന്നെന്ന് പറഞ്ഞത് നിങ്ങള് ചുമ്മാ. ചാർലി, ബോസഡിക്ക് ഹലോ. എന്തായി അടിയില്ലാത്തവനെ? ഫ്ലഫി എവിടെ കേറ്, കുറച്ചേരം കളിക്കണേ കളിക്കാ. ചുമ്മാ ഒരു അരമണിക്കൂർ കളിച്ചിട്ട് ഇറങ്ങാം. മൈൻഡ് പോയി എന്തായാലും. RP ഉണ്ടൊന്നുമില്ല. നോക്കിയ VC വിളിക്കുന്നോ? എന്തിനാ നോക്കിയാണ് VC വിളിക്കുന്നോ? നോക്കിയ ഹലോ ആ ഷെയ്ക്കേ, എന്താടാ എന്താ പരിപാടി? എന്താ നീ സങ്കടത്തിലാണ്, ബാഡിലാണെന്നെല്ലാം പറയുന്ന എല്ലാരും. നമ്മളെന്ത് സങ്കടം ഷെയ്ക്കേ? നമ്മളെപ്പോഴും സങ്കടത്തിലല്ലേ ഷെയ്ക്കേ? എന്റെ അവസ്ഥ അറിഞ്ഞൂടെ ഷെയ്ക്കിനെ? ഫുൾ സങ്കടത്തിലല്ലേ? ഷെയ്ക്ക് നമ്മള് സിറ്റി കയറി എപ്പോഴും ഹാപ്പി ആവും, ആ അത്രേ ഉള്ളൂ. അതിനിപ്പോ എത്ര സങ്കടാന്നേലും നല്ലത്. എന്തിനാ വെറുതെ പുറത്തിരിക്കുന്നത്? അലക്സ് TV കേറിയോ? ഇപ്പോഴാണ് വരുന്നേ. 3G ആണെന്ന് തോന്നുന്നു. എന്തോ സീനുണ്ട്, എന്തോ സീനുണ്ട്. കഴിഞ്ഞ വയസ്സ് ഇനിയിപ്പോ അതിനെ പറ്റിയൊന്നും പറയണ്ട. ഇങ്ങനെ ഫ്ലഫി നാളെ ചേർന്നല്ലേ? ഫ്ലഫി നാളെ പറഞ്ഞിട്ടുണ്ട്. ഞാനാണ് ഈ ചാറ്റ് കുറെ നേരം കാണുന്നുണ്ട്. അല്ല, 2 പേര് ഉണ്ടോ? 2 പേരില്ലേ TV-യില്? ഫ്ലഫി കേറ്. അലക്സ് പോയി TV-യില്, നീ അറിഞ്ഞില്ല അത്? ഒരു മിനിറ്റ്.
ആ മെക്ക ഗാമലിയോൺ അത് കളിക്കണം കേട്ടോ ഷേക്ക് ഒരു ദിവസം. ഓ അത് മറ്റേ കളടിച്ച് ഒളിച്ചിരിക്കുന്ന ഗെയിം അല്ലേ? കൊള്ളാം. Nice ആണ്. അത് നമുക്ക് എല്ലാവരും കൂടെ കളിക്കാം ഒരു ദിവസം. ഞാൻ കേട്ടില്ല. ഞാൻ live ആ. എങ്ങനെ നീ എവിടെ? നിന്റെ കോൾ നീ വിപ്സി ആണോ? ടീമായില്ലേ? മാക്കും ഞാനും ഞാൻ ഓഫ്ലൈൻ കുറുപ്പും ഫ്ലഫി ആയി. നമുക്ക് കുറച്ചേരം നോക്കാം. ചേഞ്ച് ടോപ്പിക് ഇത്രേ ഉള്ളൂ. അയ്യോ ഇതെന്താ? ഇത് ആരാ ഇതിന്റെ ലീഡർ? ആ ഷേക്ക് തുടങ്ങിക്കോ. ഇത് തന്നെ മതി. ഞാനാണ് ഇതിന്റെ ലീഡർ. റാങ്കിൽ ഇട്ട് തുടങ്ങിക്കോ. സ്റ്റാർട്ട് എടുത്താൽ മതി. ആയിരിക്കും. ഇതാണോ ഇതിന്റെ? ആ അത് തന്നെ റെഡി കൊടുത്താൽ ശരിക്കും ഈ കൂട്ടത്തില് സ്പ്രേ കോഡ് പറ്റി ഇച്ചിരി വിഷയാന്ന് കേട്ട് സത്യാണോ? അണ്ടിയാണ് ചുമ്മാ സ്പ്രേ. ഒരു കാര്യമില്ല, വെറുതെ ഓ കേട്ടോ. അത് ഇച്ചിരി വിഷയമാണ്. സ്പ്രേ കോഡ് ഇച്ചിരി വിഷയമാണ്. അപ്പൊ ഇന്ന് ആർ പി ഇല്ല. എന്റെ പൊന്നു നോക്കിയ ആർ പി കയറാനുള്ള മൈൻഡ് ഇല്ലടാ, മൂഡില്ല. ഞാൻ പറഞ്ഞില്ലേ, ആർ പി കയറാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഒന്നും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. മൺഡേ തൊട്ടാ, നാളെ അല്ല മറ്റന്നാൾ തൊട്ടാണ് മോണിറ്ററിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. 1 വീക്ക് മോണിറ്ററിങ്ങേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ ഇത് ചെയ്യാന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? എന്താ പറയാ, അതിൻ്റെ ഉള്ളിൽ നമുക്ക് ലോയൽറ്റി പോയിന്റ്സ് കംപ്ലീറ്റ് ആക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ആ എന്ത് ഓക്കെ ഒന്നല്ല മൈരെ, നമുക്കിത് കഴിഞ്ഞിട്ട് കുറച്ച് പറയണ്ട എല്ലാവരോടും. ഞാനത് കഴിയട്ടെ. എന്നെ പറയാൻ സമ്മതിക്കാത്ത ഒരുത്തുണ്ട് ഇവിടെ, 2 ആൾക്കാർ, കുറുപ്പും മാക്കും. അതുകൊണ്ട് ഞാൻ പറയാവുന്നതാ കുറേ കാര്യങ്ങൾ. എന്താണ്? ഇല്ലടാ, ഇത് ഞാൻ പറയട്ടെ, ഒരു 4 ദിവസം മുമ്പേ ഇത് വേറെ രീതിക്ക് ആയതല്ലായിരുന്ന. ആ സമയത്തെ നമ്മളിത് ഇതാരാ ആ അപ്പുറത്ത് ഈ പറയണ കിട്ടാത്തോണ്ട് ഈടെ കിട്ടിയപ്പോഴേ ഭയങ്കര ഇതാക്കി. അതാ പ്രശ്നം. അല്ല സേഹലോബൈനറി എന്നെ ഫോളോ ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ഞാനിത് അല്ലല്ല അത് ഷേക്ക് ഇവനെ ഫോളോ ചെയ്തുകൊണ്ട് അവൻ ചാടി എടുത്തേ പോകുന്നുള്ളൂ. ആ എങ്ങനെയാണോ കളിക്കുക? ഒരു മീഡിയം കളി കളിച്ചതാ. പപ്പടം പോവോന്നോ എനക്ക് അറിയില്ല അളിയാ. ഞാന് പറയട്ടെ, എനിക്ക് പപ്പടം പോകത്തില്ല. അപ്പടം ഫ്ലഫിയേ. ഓ ചാറ്റ് ഫുള്ള് ഫ്ലഫി ദിഗോടായിരുന്നു ഷേക്ക്. ഞാനാണ് അപ്പൊ ഫ്ലഫി എന്റെ ഫോൺ വിളിച്ചോണ്ടിരിക്കുന്നത്. ഫ്ലഫി അപ്പൊ അറിഞ്ഞിരുന്നാ? എനിക്ക് ഒന്നും പറയാനില്ല. എന്താടാ നിനക്കൊന്നും പറയാനില്ലാത്ത ഫ്ലഫി? RG7 തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ ഇല്ലില്ല ഗെയിമിലായി കഴിഞ്ഞാ പിന്നെ എന്റെ അടുത്തൊന്നും ഒരു 4 ആള് വാണ്ടിയിരുന്നല്ലോ, എന്നാലല്ലേ ഇപ്പൊ ഇത് കളി ഒരു മട്ടുണ്ടാവുള്ളൂ. ശരി ഇപ്പൊ അടിക്കാൻ പോവാ. കളർഫുൾ എന്ത് കളർഫുൾ കൊണ്ട് അടിക്കുന്നു. അതെന്താടാ ഇതിനും ഉണ്ടോ കൊടുത്തം? ആയിരേ എന്താ ഡിലേ? അത് മാക്കിന് എന്തോ നെറ്റിന്റെ ഇഷ്യൂ ഉണ്ട്. നെറ്റിന്റെ ഇഷ്യൂ ഉണ്ടോ? മാക്കിനുണ്ട്. കാരണം മാക്ക് സംസാരിക്കുന്നതൊക്കെ കട്ടായി ഇടയ്ക്ക് പോകുന്നുണ്ട്. ഇസ്മായിൽ ടു ഡിവേ ഇസ്മായിൽ പോകും, പക്ഷേ പറയാൻ പറ്റൂല. ശരി അത് ഈ ഗെയിം വെട്ടി പോകുന്നതാണെങ്കിൽ അത് സെർവറിന്റെ ആണ്. അല്ല പിങ് അല്ലേ, അത് ശ്രദ്ധിക്കാത്തയാണ്. നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് 1 സെക്കൻഡ് ബാക്ക് വരും. അതുണ്ട്. അതെനിക്ക് രാവിലെ ഉണ്ടായിരുന്നു. രാവിലെ അല്ല, കുറച്ച് മുമ്പേ. ചിൽമാടു ശ്രീറാം ബ്രോ, എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. പോണെന്ന് ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചു നിർത്തിയാ അത് എന്താ പറയാ. ഞാനൊരു പറഞ്ഞോ. അല്ല നീ പറ. നീ ഇനിയിപ്പോ അങ്ങനെ പറയല്ലേ. ഐഡിയ ഈ RP എന്ന് പറഞ്ഞ ഗെയിം ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഈ പബ്ജി കളിക്കണം. മനസ്സിലായില്ലേ? എന്ത് ഇതാണ് കളിക്കേണ്ടത്, ഇതാണ് ഗെയിം. ഇവിടെ എന്തൊരു നടക്കുന്നുണ്ട്. എന്റെ കീബോർഡിന്റെ പ്രശ്നമാണ്. അതെന്താ? എനിക്കില്ല കേട്ടാ, എനിക്ക് ഇഷ്ടമൊന്നുമില്ല. നെറ്റും വലിക്കുന്നുണ്ട് നല്ല.
ചാലഞ്ച് എന്തിനുണ്ടായിരുന്നു ഉഷാറായനെ അല്ലേ ചെയ്യേ എന്ത് ചാലഞ്ചൊക്കെ എന്തിനുണ്ടായിരുന്നു ഉഷാറായനെന്ന് ചാലഞ്ചാ? ചത്തിറക്കുന്ന ഷെയ്ക്ക് ആ കമാൻ ഷെയ്ക്ക് ടു ടി വിയെ. പൊളിക്കും. സത്യം പറയട്ടെ ഗൈസ്, ഞാൻ നിങ്ങൾ പറ്റിച്ചതാ. ഞാനാണ് അടുത്ത ടി വി പ്ലെയർ, മനസ്സിലായ? അയ്യോ ഇതെന്താ ഇതെന്താടാ കുമ്പിട്ട പിന്നെ നീച്ചത്ര ടൈം? എന്തോ പ്രശ്നം ഉണ്ടളിയാ. അളിയാ മൊത്തത്തിൽ പ്രശ്നമാണ്. ഉണ്ട്, എന്തോ ചൊറുണ്ട്. വിഷയങ്ങളാണ് സ്ക്രീൻ ആണല്ലോ. അളിയ എന്റെ ലൈവ് ആണ് നോക്കണത്. അളിയ ഷെയ്ക്കിന്റെ ലൈവ് നോക്ക്. രണ്ടുപേരും എക്സ്ട്രാ ആണ്. ഞാൻ ഷെയ്ക്കിന്റെ ആണ് നോക്കിയത്. കണ്ട ഇത് ഞാൻ ഇപ്പൊ ഒന്നും നിൽക്കുന്നില്ല. ഇതണ്ട പക്ഷെ നീങ്ങുന്നുണ്ട. കണ്ട അത് കണ്ടങ്ങള് ശ്രദ്ധിച്ചാ? ഡിലേ എന്താ അത്ര? ശരിയായ എന്റെ റെഡിയായി. തന്നെ ശരിയായിക്കോളൂ. അത് നിക്കത്തൊന്നുമില്ല. എന്ത് പറഞ്ഞവിടെ ബെറിലുണ്ടോ കുറുപ്പേ? ഞാൻ പറയട്ടെ, ഇത് എന്ത് അണ്ടി അവസ്ഥ എന്ന് പറയുന്നത്. ഇതിന്റെ കീബോർഡ് റെസ്പോൺസ് ടൈം ഡെയിലിയാടാ ഫ്ലഫി. ഹലോ കേക്കാവോ? ആ ഇപ്പൊ കേക്കാം. ഒരു കേക്കാം. ചെറിയൊരു ബബ്ബ സൗണ്ട് ഞാൻ കേട്ടു. പോട്ടെ, അത് വിട്. ഇല്ലടാ ഇതുണ്ടോ, അത് ഓട്ടോമാറ്റിക് നടന്നു പോകുന്ന, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്റെ സ്ക്രീൻ ഒന്നും ഇപ്പോഴാട്ടോ സ്റ്റേബിൾ ആയത്. നിങ്ങളെ പോയ അടിച്ചു. ഷെയ്ക്കിന്റെ ശബ്ദം നിങ്ങൾക്ക് കട്ടാകുന്നുണ്ടോ? അത് എന്റെ പ്രശ്നമാണ്. ഇല്ല, എനിക്ക് കട്ടാവുന്നുണ്ട്. എന്റെ സ്ക്രീൻ ഇപ്പോഴും സ്റ്റേബിൾ ആയത്. പച്ച കത്തിയത് എനിക്ക് ഇപ്പോഴാണ് വ്യക്തിയായത്. ഇത്ര നേരം അൺസ്റ്റേബിൾ. എടാ ഇവിടത്തെ നെറ്റിന്റെ ഇഷ്യൂ. നാളെ എന്റെ എക്സ്റ്റൻഡർ ഞാൻ വാങ്ങിച്ചു. അച്ഛൻ നാളെ കൊണ്ടുവരും. എറണാകുളത്ത് നിന്ന് വാങ്ങിച്ചിട്ട് കൊണ്ടുവരുന്നേ ഉള്ളൂ. നാളെ കിട്ടുള്ളൂ എനിക്ക് വൈഫൈ എക്സ്റ്റൻഡർ. കണ്ടോ അതിന്റെ കീബോർഡ് റെസ്പോൺസ് ടൈം ഭയങ്കര കുറവാണ്. ഇതെന്ത് നിങ്ങൾ ഒരുമാതിരി നെറ്റ് ഒന്നും ഇല്ലാത്ത മാതിരി സംസാരിക്കുന്ന എല്ലാരും? ഞാൻ മാത്രം എന്റെ സൗണ്ട് ക്ലിയർ അല്ലേ? എന്റെ സൗണ്ട് ക്ലിയർ അല്ലേ? സൗണ്ട് ഇപ്പൊ ഓക്കെ ക്ലിയർ. പക്ഷേ എന്റെ സ്ക്രീൻ എന്തൊക്കെയോ പ്രശ്നം ഉള്ള പോലെ തോന്നുന്നു എല്ലാവർക്കും. ഷെമിയെ ഇന്നുണ്ടാവില്ല കേട്ടോ. ഇന്ന് ചെറുക്കന്മാരൊക്കെ വിളിച്ചപ്പോ ഫുള്ള് നാളെ നാട്ടില് കല്യാണം പരിപാടിയൊക്കെയാണ് പറഞ്ഞേ. ആരെ? ഉസ്മാനോ? ഉസ്മാനൊക്കെ അങ്കമാലി അല്ലേ? അങ്ങനെ അവിടുന്ന് വരിക. ഞാൻ ഇപ്പൊ ലൈവ് കഴിഞ്ഞിട്ട് നോക്കാം. ശരിക്കും നമ്മൾ സത്യം പറഞ്ഞാൽ കരച്ചിൽ വരുന്നു. ഞാൻ അലക്സ് വിടടാ വിട് നമ്മൾ ഇനിയിപ്പോ അതിനെ പറ്റി നോക്കണ്ട. മോളിൽ കയറുന്ന എന്തോന്ന് കാണിക്കണേ? പന്നിയാ? എന്തോ പന്നി? ഞാൻ പന്നിയാണെന്നൊക്കെ എഴുതി കാണിച്ചത്. എന്റെ കീബോർഡ് റെസ്പോൺസ് ടൈം ഭയങ്കര കുറവാടാ ഫ്ലഫി. എന്താ ഫ്ലഫി? കുറുപ്പേ അല്ല ഫ്ലഫി. കേക്കാവോ? ഹലോ എടാ കേക്കാവോ? ഹലോ എടാ എന്റെ എന്തുവാ എന്റെ കീബോർഡ് റെസ്പോൺസ് ടൈം ഭയങ്കര. എടാ ഫ്ലഫി പറ കേക്കാവോ? എന്താണ്ടി ഇത് പബ്ജി കളിക്കാൻ തുടങ്ങിയപ്പോ പോലാണോ സീരിയസ്? മാക്ക് ടു എസ്ട്രേറ്റിയാ? വൈഫൈയുടെ ആന്റിനെ എടുത്ത് അവിടോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ റെഡി ആവും നെറ്റ്. ചെറിയ ചേഞ്ച് ഒക്കെ വരും. ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ച് ഒന്നും ഇല്ല.
ചെറിയ ചേഞ്ച് ഒക്കെ എന്തായാലും ഉണ്ട്. കണ്ടോ ഇത് കുമ്പിട്ട് അങ്ങനെ പോകുന്ന എനിമി സ്പോട്ടടാ. എടാ ആള് ഇങ്ങോട്ട് നോക്കൂ നിങ്ങള്. അയ്യോ അവിടെയോ ആളാ? അളിയാ ഇത് എങ്ങനെ, ഞാൻ പറഞ്ഞ ഇത് നീങ്ങുന്നില്ലടാ, ഇത് ഒന്നും വർക്കാവുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാ. ഊമ്പിയ ഗെയിം എനിക്ക് ദേഷ്യം വരുന്നു. ഞാൻ പറഞ്ഞേ സമയം വളരെ മൊത്തത്തില് കയ്യില് സാമാനം ഉണ്ടോ? Help ചെയ്ത് കളിയാ? സാമാനം ഉണ്ടോ? അതെവിടെ അളിയാ? സ്മോക്ക് ഉണ്ടോ? സ്മോക്ക് ഉണ്ടോ? ഇതിന്റെ അകത്തോ വെളിയിലോ ഇവിടെ ഉണ്ട്. അപ്പൊ ഇതിന്റെ മേളിലാന്ന് തോന്നളിയാ. കേക്കാവോ? ഹലോ വെള്ളമൊക്കെ ഇങ്ങനെ ഒരു മയില്, ഞാൻ ഇപ്പൊ ലൈവ് ഉണ്ടാക്കി ഇതിന്റെ പോയിട്ട് മേളിലല്ലേ ഞാൻ തീരാതെ പറഞ്ഞില്ലേ? വരുന്നുണ്ട്. ഇതിന്റെ വെള്ളം ഈ ഇതിന്റെ വെള്ളം നമ്മളിരിക്കുന്നില്ലേ? ഇതിന്റെ മേളില് എന്നെ നോക്കിയാണേ. ഞാൻ എയ്ഡ് അറിയാം, എന്നെ കവർ ചെയ്യോ? ഇവിടെ ഉണ്ടെങ്കിൽ കുക്ക് ചെയ്തിട്ട് എറി. അന്ന് ഞാൻ നിനക്ക് തരാം. അവനെ ഞാൻ ചുമ്മാ പാനിക് ആക്കി. അവനെ ചുമ്മാ പാനിക് ആക്കിയിട്ടുണ്ട്. പോ അടിച്ചു. ഞാൻ നിനക്ക് ഇവിടെ ഇട്ടിട്ടുണ്ട്. നീ എടുത്ത് എറി. നിക്ക് ഇവിടെ എല്ലാ ആളും വന്നു. വേറെ ആരും അടിക്കുന്നു. മൊത്തം ശരിക്കും ആൾവേസ് ഡിസപ്പോയിന്റഡ് ആണല്ലോ. ഇവിടെ ഇപ്പൊ വന്നത് ഇത് എന്ത് ഡിസപ്പോയിന്റ്മെന്റ് അപ്പൊ എനിക്ക് കിട്ടിയത് ഈ ഇവന്റെ ഒരു കേസ് അല്ലാതെ, അലക്സിന്റെ കേസ് അല്ലാതെ. ഇതിപ്പോ ഇതിന്റെ മേളിൽ ഇരിക്കുന്ന ഇതെന്തുവാ എല്ലാ സൈഡിൽ നിന്ന് അടി. ചാവല്ലിയാ. എന്റെ കീബോർഡ് റെസ്പോൺസ് ടൈം ഭയങ്കര ഡിലേ. കണ്ടോ സ്റ്റാർട്ട് ബട്ടൺ നിൽക്കി 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ബട്ടൺ വരിക. എല്ലാവരുടെയും നെറ്റ് പൊക്കോണ്ടിരിക്കുക. ഞാനും നോക്കി പോയതാ. ഇവിടെ കണ്ടാ ശരിക്കും നെറ്റ് പോയാ? കണ്ടോ ഞാൻ അങ്ങനെ ടൈപ്പ് ചെയ്യുന്നുണ്ട് നോക്കിക്കോട്ടോ. ടൈപ്പ് ചെയ്തു, കുറേ ടൈപ്പ് ചെയ്തു, പക്ഷെ കണ്ട ഇപ്പോഴാണ് വരുന്നത്. എനിക്ക് അറിയില്ല മുത്തേ. ഞാൻ എന്തായാലും ലൈവ് വൈൻഡപ്പ് ചെയ്യാന്ന് ഗൈസ്. നിങ്ങൾ നാളെ വാ. ഞാൻ ഒട്ടും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് ഓക്കെ അല്ല, മനസ്സിലായ? അതിന് ഞാൻ ചെയ്ത എല്ലാം എനിക്ക് ദേഷ്യം വന്നുകൊണ്ടേ നിൽക്കും. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് അതുകൊണ്ട് കാര്യമില്ല. ആരാ വേറെ ലൈവ് ഉള്ള വെച്ചാൽ അവർക്ക് ഹോസ്റ്റ് കൊടുക്കുക. നാളെ വരാം. ഹാക്കിടോ പി സി ഹാക്ക് ചെയ്ത് പോകുന്നുണ്ട്, എനിക്ക് അറിയില്ല. എന്തെല്ലോ ഇഷ്യൂസ് ഉണ്ട്. നോക്കിയ ലൈവാണോ ഗൈസ്? ഡി സി എന്താ എന്ന് പറഞ്ഞു. സോ ഞാൻ ഒബ്വിയസ്ലി നോക്കുമ്പം ആക്ടിവിറ്റി വൈസ് ആണെങ്കിലും PvP വൈസ് ആണെങ്കിലും നല്ല കഴിവുള്ളൊരു പ്ലെയർ. പിന്നെ എന്തുകൊണ്ട് എനിക്ക് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തുകൂടാ എന്നുള്ളൊരു കാര്യം എനിക്ക് വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു ചാൻസ് കൊടുക്കുന്നത്. ബട്ട് സ്റ്റിൽ TVക്കകത്ത് ഇത് റൊട്ടേറ്റ് ചെയ്ത് ഇടുക എന്നുള്ളൊരു സാധനം മാത്രമല്ലാതെ എനിക്കിത് PvP സിനാറിയോസും കാണാറുണ്ട്. പക്ഷെ ഞാൻ TVയിൽ ആരെയും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരു കാര്യം ആ ഒരു ടാഗിൽ കളിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് സെൽഫ് റെസ്പെക്റ്റ് ഉള്ള കുറച്ച് പ്ലേയേഴ്സ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായോ? അതിലൊരു കൂട്ടത്തിൽ ഇങ്ങനെ അതന്നെയല്ലേ ഉള്ളൂ, വേറൊന്നുമില്ലല്ലോ. കഴിഞ്ഞില്ലേ അത്? DC റിയാക്ട് ഒന്നുമില്ല. ചെക്ക് നോക്കിയ ലൈവ്, നോക്കിയൻ്റെ ലൈവ് എവിടെ? എനിക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ട്. ഞാൻ മറ്റേ ഇവിടെ ഉണ്ടായിരുന്നു. ഈ സ്ഥലത്തിന് ഞാൻ നോക്കിയൊക്കെ ഹോസ്റ്റ് കൊടുക്കാം ഗൈസ്. നിങ്ങൾ പറ്റുന്നവരൊക്കെ നോക്കിയൻ്റെ ലൈവ് കയറി. ഞാൻ എന്തായാലും നിർത്തി. എനിക്ക് മൈൻഡ് ഓക്കെ അല്ല ഗൈസ്. കുറേ കാര്യങ്ങൾ തീരുമാനമാക്കാണ്ട്. ഓക്കെ, ഇനി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾ പറ്റുന്നവരൊക്കെ നോക്കിയൻ്റെ കയറിക്കോ. ഞാനത് കഴിഞ്ഞിട്ട് നാളെ വരാം എന്തായാലും. ഇതിനൊന്നും നമ്മൾ ചുമ്മാ ഡിസപ്പോയിൻ്റ് ആയി നിന്നിട്ട് കാര്യമില്ല. മൂവ് ഓൺ ചെയ്യണം. നമുക്ക് നമ്മളതായ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരൊക്കെ അവിടെ ഇരി. ഷെയ്ഖ് ബ്രോ ഇനി ആർക്കും എക്സ്പോഷർ കൊടുക്കരുത്. ഞങ്ങളെ 2K പിന്നെ ഓൺലി ലോയൽറ്റി കാച്ച്. സത്യം നിങ്ങൾ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അത് ആ ഒരു ഇതിൻ്റെ പുറത്തൊക്കെ ആടാ നമ്മൾ ലൈവ് ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴോ അത് വൈൻഡപ്പ് ചെയ്ത് നമ്മളെ പരിപാടിയും കൊണ്ട് പോവും, അതല്ലേ. പക്ഷെ ഇനി എടുക്കാൻ പോണ റിക്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനത്തെ റിക്രൂട്ട്സ് ആയിരിക്കും ഗൈസ്. അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. ഒരു അലക്സ് പോയാൽ നമ്മൾ 100 അലക്സിനെ കൊണ്ടുവരും. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. നല്ല ദിവസമല്ല എന്തായാലും. സന്തോഷത്തിലാണ്. ശുഭനിദ്ര. ബൈ, ഗുഡ് നൈറ്റ്.
അത്രേ ഉള്ളൂ. എടാ വന്നവരൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് ഷെയ്ക്ക് എല്ലാരും അടിക്കണം. ലൈവ് ഇടുമ്പോ ഗ്യാങ് ആയിക്കോട്ടെ ഗ്യാങ് ആയിട്ട് അടിച്ചാ പോരെ. ഫോളോ ആക്കി വെക്കാം മെയിനായിട്ട്. നമ്മളെന്തായാലും ഈ പോയതിനൊക്കെ നമ്മൾ തിരിച്ചൊരു കാണാൻ വന്നവർക്കൊക്കെ മറുപടി ആയിട്ട് നമ്മൾ എന്തായാലും വരും. എന്തായാലും അത് നമ്മൾ നിങ്ങളെ ഡിസപ്പോയിന്റ് ചെയ്യില്ല. ഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ്. ഗുഡ് നൈറ്റ്. ലവ് യു ഓൾ. ബൈ. കോഡ് സെന്ററിൽ എവിടെയാടാ കുണ്ണേ? കോഡ് സെന്ററിൽ വന്നിട്ട് 2 ഹോൺ